യോനയുടെ പുസ്തകം 1:1. അമിതായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനം സംസാരിക്കുവാൻ അടിയന് കൃപ തരണം. ഏതാത്മാവിൽ എഴുതപ്പെട്ട അതേ ആത്മാവിൽ സംസാരിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ തടസ്സത്തെയും വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, ദേശാധിപതികൾ, ഇരുട്ടിൻ്റെ ശക്തികളെ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ഭർഷിച്ചു മാറ്റുകയാണ്. അത്ഭുതം ചെയ്യണം. കർത്താവിൻ്റെ രക്തത്താൽ എന്നെ കഴിയണം, ശുദ്ധീകരിക്കണം. കർത്താവെ, ജ്ഞാനത്തിലും കൃപയിലും അഭിഷേകത്താൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന് സംസാരിക്കണം. ഇന്ന് ഓരോ മക്കളോടും, ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളോടും, ഇവിടെ ഇരിക്കുന്ന മാത്രമല്ല, ഈ ശബ്ദം കേൾക്കുന്ന മീഡിയ ടുഡേയിലൂടെയും മന്ന ടി വിയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും കേൾക്കുന്ന സകലവർക്കും ഇതൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കണം. വചനത്തിൻ്റെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടണം. ആത്മാവ് ഇടപെടണം. കർത്താവെ, അവിടുന്ന് സംസാരിക്കണം. അങ്ങ് അധ്യക്ഷനായിരിക്കണം. ശബ്ദം, വെളിച്ചം എല്ലാം അങ്ങ് നിയന്ത്രിക്കണം. അപ്പോൾ അവിടെ സകലവരെയും അനുഗ്രഹിക്കണം. വന്നുകൊണ്ടിരിക്കുന്ന യാത്രയിലായിരിക്കുന്ന സകലവർക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ. അസമാധാനങ്ങളൊന്നും വരെ അനുവദിക്കല്, ശത്രുവാലും കയറി അനുവദിക്കല് എന്ന് പ്രാർത്ഥന വളരെ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ കർത്താവെ, ഇന്ന് എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് ഇടപെടുന്നതിനായ സ്തോത്രം. അത്ഭുതം ചെയ്യണം. താഴ്ത്തുന്ന കൃപയിൽ പൊതിയണം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ വായിച്ചതും അറിയാവുന്നതുമായ, നിങ്ങൾ കേട്ട അപ്രമായ രീതിയിലായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. യോന ആരാണെന്ന് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് നമുക്ക് സംസാരിക്കുവാൻ ഇവിടെ വായിച്ചത്, അമിതനായ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. ഒരു ദുഷ്ടത എവിടെ? നിനവേലിൻ്റെ ദുഷ്ടതയുണ്ട്. നിനവേലിന് ദൈവത്തിനെതിരായിട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. പാപം പെരുകുന്നു ദേശത്തിൻ്റെ മേൽ. ഒരു നിനവേലിൽ നിന്ന് ദേശത്തിൻ്റെ മേൽ ദൈവം കാണുകയാണ്. ഒരു ദേശത്ത് ദുഷ്ടത വർദ്ധിച്ചാൽ, ഒരു ദേശത്ത് പാപം വർദ്ധിച്ചാൽ, ദൈവത്തെ അറിയാതെ പോയി കഴിഞ്ഞാൽ ആ ദേശത്തിന് ദൈവം വെറുതെ വിടത്തില്ല. ദൈവം വെറുതെ വിടത്തില്ല കുഞ്ഞേ. അവിടെ ദൈവം ഇടപെടും. എവിടെ ദുഷ്ടത കൂടുന്നുണ്ടോ, എവിടെ ദൈവ പ്രവൃത്തിക്ക് വിരോധമായി എന്തെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ ആമേ ദൈവം ഇടപെടും. കാര്യം എന്താണ്? ദൈവം സകലവും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ദേശത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദേശത്തിൽ ഉള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദേശം മാത്രമല്ല ദൈവത്തിൻ്റെത്, ദേശത്തിലുള്ള നിങ്ങളെല്ലാവരും ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയാ. ദൈവം ആമേ ഹല്ലേലൂയാ. ദേശം മാത്രമല്ല, ദേശത്തിലുള്ളവര് ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു, യോനയെ വിളിച്ചു. യോനയോട് പറഞ്ഞു, യോനെ, നീ ഒരു കാര്യം ചെയ്യണം. ഇന്ന് യോനയെ വിളിക്കണം. നീ വിളിച്ചു ചെന്ന് നീ എവിടേക്ക് പോകണം? നിനവേയിലേക്ക് പോകണം. ഒരു യാത്ര പുറപ്പെടണം. ആമേ ഹല്ലേലൂയ. യോന തയ്യാറാണോ? യോന ഒരുക്കമാണോ? ആമേ. അവിടെ നിന്ന് യോനയ്ക്ക് അത് ഇഷ്ടമല്ല. ദൈവം നേരിട്ട് യോനയോട് സംസാരിക്കുകയാണ്. യോനെ, നീ പോകണം. യോനയോട് മറ്റൊരു വ്യക്തിയല്ല, ഒരു പ്രവാചകനല്ല, സ്വർഗത്തിലെ ദൈവം നേരിട്ട് സംസാരിക്കുകയാണ്. യോനെ, നീ പോണമെന്ന് പറയുമ്പോൾ ആമേ യോന ദൈവ ശബ്ദം കേട്ടിട്ട്, ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടിട്ട്, ഇവിടെ ദൈവം പറഞ്ഞിട്ട് പോലും അനുസരിച്ചില്ലെങ്കിൽ പാസ്റ്റർമാർ പറഞ്ഞാൽ എങ്ങനെ അനുസരിക്കും? അല്ലേ? ഇവിടെ ദൈവം നേരിട്ടാണ് യോനയോട് സംസാരിച്ച പറയും, ഞാൻ പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പാസ്റ്റർമാർ പറഞ്ഞാൽ കേൾക്കും. വീട്ടിൽ പറഞ്ഞിട്ടാ കേൾക്കുന്നില്ല. പാസ്റ്റർ ചുമ്മാ തുണിയുടെ അടിയിൽ നിന്ന് പൈസ കിട്ടിയോ? അത് ശരി. പേഴ്സിനകത്ത് നിന്ന് കിട്ടിയോ? അത് ശരി. ബാങ്കുകാർ കൊണ്ടുപോയില്ലല്ലോ? അത് ശരി. മഴയൊക്കെ മാറുന്നുണ്ട്? അത് ശരി. ജയിലിൽ കയറൂല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അത് ശരി. എല്ലാ പ്രശ്നങ്ങളെ കണ്ണ് കാണാൻ പറയും.
അത് ശരി ശരിയെന്ന്. ഇവർ കണ്ണ് കണ്ടാലും അറിയാം, അനുഭവിച്ചാലും അറിയില്ല. അറിയാത്ത കൂട്ടത് ദൈവം നേരിട്ട് പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്ത വ്യക്തികളുണ്ട്. ദൈവം നേരിട്ട് പറഞ്ഞിട്ട് പോലും, ദൈവം നേരിട്ടത് സംസാരിക്കുന്നത്, നേരിട്ട് പറയുമ്പോൾ അലസ്യമായിരുന്ന് എനിക്കുള്ളതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തെ ജീവിക്കുകയുള്ളൂ, എൻ്റെ ഹിതത്തെ പോവുള്ളൂ എന്നും പറഞ്ഞിരുന്ന നിൻ്റെ അഭ്യാസം ഒന്നും നടക്കില്ല. നിൻ്റെ ഒരു തരികടയും നടക്കൂല. നിങ്ങളുടേതല്ല, എൻ്റെ തരികടയൊന്നും നടക്കൂല കേട്ടാ. ഞാൻ നിങ്ങളെ നോക്കിയല്ലേ പറയുന്നത്, ഞാൻ എൻ്റെ മുഖത്ത് നോക്കിയ മൊബൈൽ നോക്കി പറയാം, നിൻ്റെ തരികടയൊന്നും നടക്കൂലേ. ഞാൻ എനിക്ക് സുവിശേഷ വേലയുണ്ടെന്ന് എനിക്ക് ആഗ്രഹമുള്ള ആളല്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ ദൈവം ജന്മന അപ്പൻ വിളിച്ച് വേർതിരിച്ച ആളല്ല. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചെടുത്ത ആളൊന്നുമല്ല. എന്നെ ജനിച്ചു കഴിഞ്ഞാൽ മൂന്നാത്തവന് ദൈവവേലയ്ക്ക് കൊടുക്കാമെന്ന് എൻ്റെ അമ്മ നേർന്നിട്ടുമില്ല. എൻ്റെ അമ്മ ആ സമയം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് പായസവും അരിവും പൊരിയും പറഞ്ഞ് നടക്കുന്ന അമ്മയാണ്. ഹല്ലേലൂയാ. പക്ഷേ ദൈവം ഒരാളെ തെരഞ്ഞെടുത്താൽ, ദൈവം ഒരാളെ വിളിച്ചാൽ, ദൈവം ഒരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ആമേ അത് നടന്നിരിക്കും. അത് നിൻ്റെ കുടുംബത്തിനകത്തായാലോ എൻ്റെ കുടുംബത്തിനകത്തായാലോ സഭയിലായാലോ ആമേ എന്ത് ചെയ്യണമെന്ന്. ദൈവമക്കളെ, നമ്മളെ 10ാം വാർഷികം തികയാണ്. അടുത്ത മാസം ആരാധന എത്ര മണിക്കാണ്? യൂട്യൂബിൽ ചാനൽ കേൾക്കുന്നവരെ മറക്കരുത്, മീഡിയയിലൂടെ കേൾക്കുന്ന രാവിലെ 5 മണിക്കാണ്. അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം അല്ലേ? 5 മണിക്ക് വരാം. രാവിലെ 8 മണിയാകുമ്പോൾ ധൈര്യമായിട്ട് പോകാം. വേണമെങ്കിൽ അത് കഴിഞ്ഞ് 8-9 വീണ്ടും കയറാം. 2 ആരാധനയാണ്. കാര്യം എന്താണ്? എല്ലാം സെറ്റ് ചെയ്യുന്ന ദൈവമാണ്. മൈക്ക് പിടിക്കണമെന്ന് ദൈവമാണ് പറയേണ്ടത്. ഇവിടെ ക്യാമറ ആര് പിടിക്കണമെന്ന് ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ സ്വിച്ച് ലൈറ്റ് ആരൊക്കെ ഇടണമെന്ന് ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും തരികട കാണിച്ച ആമേ ഹല്ലേലൂയ. ശൗല് തരികട കാണിച്ചു അല്ലേ? അനുസരണക്കേട് വന്നു. ഒരുത്തൻ്റെ അഭിഷേകം ആരിൽ പോയി? ദാവീദിൽ പോയി. ദാവീദ് പോയപ്പോൾ ശൗലിന് എന്ത് വന്നു? ദുരാത്മാവ് വന്നു. അടുത്ത പ്രസംഗമാണ്. ദൈവം പറഞ്ഞു ഇന്ന് നമുക്ക് യോനയാണ്. ഹല്ലേലൂയ. നീ എവിടെ പോകണം? നിനവേലോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ യോനയുടെ ദൈവസന്നിധിയിൽ ദൈവത്തിന് അരുളപ്പാടാണ്, നീ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എവിടെ ദുഷ്ടത എവിടെ എത്തും? ദൈവസന്നിധി. നിങ്ങളുടെ പാപം എവിടെ എത്തും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ദുഷ്ടത്തരം ചെയ്താ, നിങ്ങൾ പാപം ചെയ്താ ഇത് എവിടെ എത്തുമെന്ന് മനസ്സിലാക്കണം. സ്വർഗത്തിൻ്റെ ദൈവസന്നിധിയിലാണ്. നിങ്ങൾ പാപം ചെയ്യാൻ വേണ്ടി നാളെ ബുക്ക് ചെയ്തിട്ടിരിക്കണമെങ്കിൽ മനസ്സിലാക്കണം, നാളത്തെ ദിവസം നാളെ 10 മണിക്ക് ഞാൻ പാപം ചെയ്യാൻ വേണ്ടി പൈസ അടച്ച് ബുക്ക് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നേരത്തെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയാ. ഇത് എവിടെ എത്തും? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എത്തിയിരിക്കും. ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. പറഞ്ഞു ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവസന്നിധിയിലിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് എവിടെ പോകണം? തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഹോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. കൂലി കൊടുത്തു യഹോവയുടെ സന്നിധിയിൽ നിന്നും അവരോടുകൂടെ തർശീശിലേക്ക് പോയി കളയുവാൻ അതിൽ കയറി. നോക്കിക്കോളണം. ദൈവം പറയുന്നു നീ നിനവേലിലോട്ട് പോകണമെന്ന്. നല്ല യോന. ദൈവം പറയുന്ന മുമ്പോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകുന്ന, വലത്തോട്ട് പോകാൻ പറഞ്ഞാൽ ഇടത്തോട്ട് പോണത്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ലേ? വലത്തോട്ട് പോകാൻ പറഞ്ഞാൽ ഇടത്തോട്ട് പോകും. നേരെ പോകാൻ പറഞ്ഞാൽ പറയും എനിക്ക് നേരെ പോകാറുടെ മതിൽ ചാടി പോകാനേ അറിയാവൂ. ഇന്ന് പലതിനും മതിൽ ചാടി പോകാനേ അറിയാവൂ, നേരെ പോകാൻ പറ്റൂല. എല്ലാവർക്കും കാര്യങ്ങൾ നടക്കണം. ചുറ്റിക്കെട്ടി വളച്ച് കെട്ടി അവിടെ കൂടെ കറങ്ങി ഇവിടെ കൂടെ ഇറങ്ങി എല്ലാം നടക്കുകയും വേണം, അനുഗ്രഹവും വേണം, വിടുതലും വേണം. പക്ഷെ ദൈവസ്ഥലം നേരെ നടക്കാൻ വയ്യ, അനുസരിക്കാൻ വയ്യ അല്ലേ? നേരെ പോകുന്നവർക്ക് മാത്രമേ നന്മ ദൈവം നേരെ പോകണം. നേരെ വാ, നേരെ പോ,
ദൈവം ആഗ്രഹിക്കുന്നു നേരെ വാ, നേരെ പോ. പക്ഷേ യോനയ്ക്ക് നേരെ പോകാൻ താല്പര്യമില്ലാതെ യോന എന്ത് ചെയ്തു? ദൈവ സന്നിധിയിൽ നിന്നും, യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശീസിലേക്ക് ഓടിപ്പോയി. അവൻ തർശീസിലേക്ക് നടന്നല്ല പോകേണ്ടത്. എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ, എനിക്കിനി ഓടിയേ പറ്റുള്ളൂ. ചിലത് ഓടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്, ചിലത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലത് ഓടാൻ തയ്യാറായി നിൽക്കുമ്പോൾ തർശീസിലേക്ക് ഓടാൻ വേണ്ടി ചിലത് തയ്യാറായി നിൽക്കുകയാണ്. തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? യഹോവയിലേക്ക് ചെന്ന് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്തു യഹോവയുടെ സന്നിധിയിൽ. അവിടെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർശീസിൽ പോയി കളയുവാൻ അതിൽ കയറി. നോക്കിക്കോളാം, ദൈവം പറഞ്ഞത് നിനവേയിലോട്ട് പോകുക. എന്നാൽ അവിടെ നിന്നും തിരിച്ച് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് അവിടെ ചെന്ന് കൂലി ടിക്കറ്റ് എടുത്തു വെച്ചുകൊണ്ട് പുള്ളി ഇരിക്കുകയാണ്. ടിക്കറ്റ് എടുത്താൽ എല്ലാം ശരിയായി എന്ന് പറഞ്ഞാണ് ഇരിക്കണത്. ഇനി ടിക്കറ്റ് എടുക്കാൻ നല്ല അവസരം കിട്ടും. എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാമേ. ഇത് എത്രമാത്രം എത്തുമെന്നും എത്രമാത്രം പോകുമെന്നും ദൈവത്തിന് അറിയാൻ പറ്റും. ടിക്കറ്റ് എല്ലാവർക്കും എടുക്കാൻ അവസരമുണ്ട്. ടിക്കറ്റ് എല്ലാവർക്കും അടിച്ചു തരും. ഹല്ലേലൂയ. ടിക്കറ്റ് അടിച്ചു തരും. ടിക്കറ്റ് എടുക്കാൻ യോനെ, നിനക്ക് ടിക്കറ്റ് എടുക്കാൻ ഞാൻ അവസരം തരും. പക്ഷെ നിന്നെ ഞാൻ കയറ്റുകയും ചെയ്യും. ടിക്കറ്റ് എടുക്കണ മാത്രമല്ല, തർശീസിലേക്ക് ഇപ്പം ചിലവർക്ക് തർശീസിലൊക്കെ പോകാനല്ല ആവശ്യം, ചിലവർക്ക് ഓടേണ്ട ആവശ്യം കാട്ടാക്കടയ്ക്ക് പോകണം. നേരെ ഊരുട്ടമ്പലം വഴി കാട്ടാക്കട നെയ്യാറ്റിൻകര. ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ നേരെ ഊരുട്ടമ്പലത്തേക്കാണ് പിടിക്കണത്. അവിടെ എന്തോ ഒരു അനുഗ്രഹമുണ്ട്. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഊരുട്ടമ്പലത്ത്. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവം പറയുന്നത് കൊല്ലത്തോട്ട് പോ, എനിക്ക് ഊരുട്ടമ്പലത്തോട്ട് പോയി ആദ്യം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കണത്. നീ ഊരുട്ടമ്പലത്ത് പോകണോ കൊല്ലത്ത് പോകണോ എന്ന് ദൈവം തീരുമാനിക്കും. ഹല്ലേലൂയ. കൊല്ലത്ത് പോകാൻ പറഞ്ഞാൽ കൊല്ലത്ത് പോകണം, അല്ല ഊരുട്ടമ്പലത്തല്ല പോവേണ്ടത്. എനിക്ക് ഊരുട്ടമ്പലത്തോളം മതി. ഊരുട്ടമ്പലത്തെ അനുഗ്രഹം അല്ല നിന്നെ കണ്ടിരിക്കുന്നത്. യോനെ, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് നിനവേലോട്ട് പോകണം. എനിക്ക് പറ്റൂല. ചില പിടിവാശികൾ, നീ പിടിവാശി കാണീരേ. ടിക്കറ്റ് എടുക്കും, നിന്നെ കയറ്റാനും ദൈവത്തിന് അറിയാം. നീ തർശീസിലെ കപ്പലിൽ തന്നെ കയറും, അല്ലേ? ഊരുട്ടമ്പലം ബസ്സിൽ തന്നെ കയറും. പക്ഷെ കൊല്ലത്തെ ബസ്സിൽ കയറാൻ വയ്യ. പക്ഷെ എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു പദ്ധതി നിന്നെക്കുറിച്ചുണ്ടെങ്കിൽ, എന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ, ഞാൻ എങ്ങനെ വഴുതി മാറിയാലും, ഇപ്പോൾ യേശുദാസനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ദിവാരംബറിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ശമൂലിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നമ്മളെ ഊരുട്ടമ്പലത്തിൽ നിന്ന് സന്തോഷപരമുണ്ടോ? നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഒരാളെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, എങ്ങനെയൊക്കെ നമ്മൾ പോയാലും ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ വഴുതി പോകണം. എങ്ങനെയൊക്കെ ദൈവത്തിന് പിടികൊടുക്കായിരുന്ന, ദൈവത്തിന് വേറെ ആളെ കിട്ടാത്തതുണ്ടെന്നല്ല, ചില സ്ഥലത്ത് ആ വ്യക്തി തന്നെ പോകണം. ഞാൻ പോകേണ്ടടുത്ത് ഞാൻ തന്നെ പോകണം. എൻ്റെ കൂടെ നിൽക്കുന്നവർ പോകേണ്ടടുത്ത് അവർ തന്നെ പോകണം. ദൈവം ഒരാൾ അപ്പം മോശയെ വിളിച്ചു. മോശ, നീ തന്നെ പോകണം. എവിടെ പോകണം? നീ എവിടെ പോകണം? മിസ്രൈമിൽ പോകണം. നീ പോകണം. അപ്പോൾ യോനെ വിളിച്ച് യോന പറയും പറ്റൂല. അല്ല മോശ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഞാൻ വിക്കനാണ്, തടിച്ചതാവാണ്. കുറവുകളും കുറ്റങ്ങളും മോശ അവിടുന്ന് കുറ്റം പറയാൻ തുടങ്ങി. എനിക്ക് കുറവുള്ളവനാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, വിക്കനാണ്, തടിച്ച നാവാണ് എന്ന് പറഞ്ഞു. നീ തടിച്ചത് നാവെല്ലാം അറിഞ്ഞ് വെച്ചും കൊണ്ട് തന്നെ വിളിച്ചു. എൻ്റെ കുറവും കുറ്റവും കണ്ടുകൊണ്ട് തന്നെ വിളിച്ചത്. യോഗ്യന്മാരെ ദൈവത്തിന് വേണ്ട, കുറവുള്ളവനെ കുറ്റമുള്ളവരെയും ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. കുറവുള്ളവരെ കുറ്റമുള്ളവരെയും ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നീ തന്നെ പോണം. അപ്പോൾ ദൈവം ആരെയാണോ കണ്ടിരിക്കും, ഇവിടെ നിനവേലേക്ക് പോകുവാൻ യോനെ തെരഞ്ഞെടുത്തപ്പോ യോനയുടെ കാല് പോയത് തർശീസിലോട്ട്. ടിക്കറ്റ് എടുത്ത് കുഴപ്പമില്ല, നീ കപ്പലിലോട്ട് കയറ്റുന്നത് ടിക്കറ്റ് എടുക്കാൻ നിനക്ക് അനുവാദം തരും. കപ്പലിൽ കയറ്റാൻ ദൈവം അനുവാദം തരും. ഹല്ലേലൂയ. ദൈവം ടിക്കറ്റ് എടുക്കുവാനും അനുവാദം തരും, കപ്പലിൽ കയറുവാൻ അനുവാദം തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ദൈവത്തിൻ്റെ പ്രവൃത്തി എവിടെയാണ് തുടങ്ങുന്നതെന്ന്.
ദൈവം പറയുന്നത് നമുക്ക് അനുസരിക്കാതെ വന്നാൽ നമുക്ക് നോക്കാം എവിടെയാണ് ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇവിടെ ആമേ തർശിൽ പോയി കളയുവാൻ അവൻ അതിൽ കയറി. യഹോവയായ ദൈവം കപ്പല് കയറിയിട്ട് യഹോവയായ ദൈവം സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിച്ചു. നോക്കിക്കോളാം, യോഹന നേരെ ചെന്നത് താഴോട്ട് വായിക്കാം, വായിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. താഴോട്ട് വായിച്ചോ, 4 വായിച്ചോ. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ താന്റെ ദൈവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്നു. മതി, എനിക്ക് അവിടെ എത്താൻ ആവശ്യം. കൂലി എടുത്തിട്ട് യോന എവിടെ? കപ്പലിന്റെ അടിത്തട്ടി പോയി കിടന്നു ഉറങ്ങി. ചിലത് അടിത്തട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. കൂലി എടുത്തിട്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എവിടെ വെച്ച് നടന്ന് ഉറങ്ങണത്? കപ്പലിന്റെ അടിത്തട്ടിൽ. ഇനി എനിക്ക് സുഖം. ചില അടിത്തട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇനി രക്ഷപ്പെട്ടെന്നും പറഞ്ഞാണ് ഇരിക്കണത്. ആമേ, കപ്പൽ എനിക്ക് സുരക്ഷിതമാണ്. ഈ കപ്പൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോകാൻ പറ്റും. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കപ്പൽ പോകും. ഞാൻ കാര്യം എന്നുള്ള കൂലി കൊടുത്താണ് ഞാൻ അതിനകത്ത് കയറിയത്. ഒരു ചെക്കിങ്ങിന് വരുമ്പോൾ, ഒരു ചെക്ക് ഇൻസ്പെക്ടർ വരുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ കൂലി കൊടുത്ത് കള്ള ടിക്കറ്റ് അല്ല എടുത്തത്. ടിക്കറ്റ് എടുക്കാതെ അല്ല കയറിയത്. ഹല്ലേലൂയ, ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രൈസലോ. ടിക്കറ്റ് എടുക്കാതെ കണ്ടക്ട് വരുമ്പോൾ അടുത്തടുത്ത് വരുമ്പോൾ നെഞ്ചിടിപ്പല്ല, നല്ല ധൈര്യമായിട്ട് തന്നെ ഇരിക്കും. ചിലർ അടുത്തടുത്ത് വരുമ്പോൾ നെഞ്ചിടിപ്പ് കാണണം. എത്താറാകുമ്പോഴാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു യാത്ര ചെയ്തു. ഞാൻ ഒരു യാത്ര ചെയ്തു. എവിടെ നിന്ന് ചോദിക്കണ്ട. മാക്സിമം എത്താറായപ്പോൾ ലേഡീസായിരുന്നു. ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പോൾ ഒരു ലേഡീസ് എൻ്റെ അടുത്തിരുന്നു. എൻ്റെ തൊട്ടടുത്തല്ല, എൻ്റെ തൊട്ടപ്പുറത്തിരുന്നു. എത്താറായപ്പോൾ ഇവർ പൈസ എടുത്തു കൊടുത്തു. ഈ ലേഡീസ് കണ്ടക്ടർ വന്ന്, നിങ്ങൾ എവിടെ നിന്ന് കയറിയത്? ഇപ്പോഴാണോ? ഇങ്ങനെയാണോ? ഒരു വെരിട്ട്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു, കണ്ടക്ടർ പൈസ എടുത്ത് എപ്പോഴേ വെച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ വന്ന് വാങ്ങിക്കേണ്ട ഞങ്ങളെ കുറ്റമൊന്നുമല്ല. അവർ പറയണ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കണ്ടില്ലേ, നിങ്ങൾ അടുത്തിരുന്ന ആളൊക്കെ പൈസ തന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് പൈസ തരാത്തത്? പക്ഷെ അവർ കുറേ അവരെ വെരട്ടി, എന്നിട്ട് ടിക്കറ്റ് അടിച്ചു കൊടുത്തു. എന്നാൽ ഇവിടെ വെരട്ടേണ്ട ഒരു ചാൻസും ഇല്ല. യോനെ വെരട്ടേണ്ട ഒരു ചാൻസും ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറ്റുള്ളൂ. ചില ഹോട്ടലിൽ കയറുമ്പോൾ കാര്യം എന്താണ്? കൂപ്പൺ എടുത്തിട്ട് അകത്ത് കയറ്റുള്ളൂ. തിന്നിട്ട് ചിലർ പൈസ കൊടുക്കാതെ പോകുന്നത് കൊണ്ടാണ്. ചിലപ്പം അതിനകത്ത് കയറുമ്പോൾ കടലിലാണ്. കടലിൽ ചെന്ന് ടിക്കറ്റിലും എടുത്ത് കളയാൻ പറ്റുമോ? എടുത്തെറിയാൻ പറ്റുമോ? എറിയാൻ പറ്റത്തില്ല. കാര്യം തന്നെ ആദ്യമേ കൂലി, ആമേൻ്റെ ടിക്കറ്റ് പുറത്തുനിന്ന് എടുത്ത് തന്നെ നമ്മൾ കയറണം. അതുകൊണ്ട് യോന നേരെ ടിക്കറ്റ് എടുത്തിട്ട് പോയത് വേറെ ഒരു സ്ഥലമല്ല, കപ്പലിൻ്റെ അടിത്തട്ടാണ്. അവനൊരു കപ്പലിൻ്റെ അടിത്തട്ട് കണ്ടുപിടിച്ചു. അതെനിക്ക് സുരക്ഷിതമാണ്, അതെനിക്ക് കൊള്ളാം, യാത്രയ്ക്കൊള്ളാം. ചിലവരെ വിചാരിക്കും ഇനി കൊള്ളാം, ആ വീട് നല്ല അടിത്തട്ടാണ്. നീ വിചാരിക്കുന്ന അപ്പുറമായി. ആമേ, ഹല ടിക്കറ്റ് എടുത്തു. ആമേ, കൊള്ളാം, കുഴപ്പമില്ല. ഇനി എൻ്റെ ഇഷ്ടം കാര്യം നടക്കും. ഇനി എൻ്റെ ഇഷ്ടത്തിന് കാര്യം. ടിക്കറ്റ് എടുക്കുമ്പോൾ ചിലർ തോന്നലുണ്ട്, ഇനി എൻ്റെ ഇഷ്ടത്തിലൊക്കെ കാര്യം നടക്കും. ആമേ, ഹല്ലേലൂയ. ഇനി എൻ്റെ ഞാൻ വിചാരിക്കുന്നത് പോലെ, ഞാൻ ഉദ്ദേശിക്കും പോലെ കാര്യം നടക്കുമെന്ന് ചില തോന്നലുണ്ട്. ഹല്ലേലൂയ. കാര്യം എന്താണ്? യോനയ്ക്ക് അങ്ങനെയാണ് തോന്നിയത്. അവൻ കപ്പലിൻ്റെ അടിത്തട്ടിച്ചെന്ന് കിടന്നു ഉറങ്ങിയ സമയത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ആമേ, കുഴപ്പമില്ല. കപ്പൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കപ്പലിനകത്തുണ്ട്. നമ്മളിപ്പോൾ എവിടെയാണ്? കപ്പലിനകത്താണ്. എല്ലാവരും കയറിക്കൊള്ളണം. കപ്പൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആരൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, പേരും അറിഞ്ഞുകൂടാ. പക്ഷെ ടിക്കറ്റ് എടുത്ത വ്യക്തിയെയും അമ്മയെ കുറിച്ചവൻ എല്ലാത്തിനും ആർക്കറിയാം? സ്വർഗത്തിലെ ദൈവത്തിനറിയാം. നീ ഏത് കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തെന്നും നിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആർക്കുണ്ട്? ദൈവത്തിനറിയാം. ഹല്ലേലൂയ. എന്നാൽ യഹോവ സമുദ്രത്തില് ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു. കപ്പൽ സഞ്ചരിച്ച് ഏതാണ്ട് നീങ്ങി ആമേ കര വിട്ടു.
കപ്പലിപ്പ സഞ്ചരിച്ച് കര വിട്ടു, കര മാറി, ഇനി ഓടാൻ പറ്റൂല. കരയുമല്ല കടലുമല്ലാത്ത രീതിയിൽ ആഴത്തിലേക്ക് കപ്പൽ പോകുന്നത്, ആഴത്തിലാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ നടുക്ക് വന്നപ്പോ കടലിന്റെ ഏതാണ്ട് ഇപ്പൊ സഞ്ചരി നോക്കുമ്പോ കര കാണാൻ പറ്റണില്ല. യോനയ്ക്ക് കര കാണാൻ പറ്റുന്നില്ല, ആർക്കും കര കാണാൻ പറ്റുന്നില്ല. നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല, വെള്ളത്തിന് കപ്പലിന് അടുത്തട്ട് കിടക്കുമ്പോ മോളിരിക്കുന്നവർ നോക്കും. കടൽ യാത്രക്കാർക്കറിയാം കരയാണ്, കടൽ എന്ന് പറഞ്ഞാൽ യാതൊരു ദിക്കിലോട്ട് പോകണമെന്ന് പറഞ്ഞുകൂടാ. വല്ലപ്പോഴേക്കും ബോട്ടിലൊക്കെ യാത്ര ചെയ്യണം. ഹല്ലേലൂയാ. പക്ഷെ ഓട്ടിക്കുന്ന വ്യക്തിക്ക് നല്ലപോലെ കപ്പിത്താൻ അറിയാം ഇത് ഏത് ദിശയിലാണ് പോണേന്ന്. വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവറിന് അറിയാം ഇന്ന അടുത്താണ് പോണെന്ന്. പക്ഷെ കയറിയിരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ അറിയാം. പക്ഷെ സ്ഥലമാകുമ്പോൾ പറയും ഇതാ മുറിഞ്ഞ മല എത്തിയിട്ടുണ്ട്, ഇറങ്ങിക്കോ. കണ്ടിട്ട് പറയത്തില്ല ഇന്ന സ്ഥലം എത്തിയോ. അപ്പോൾ ഇവിടെ സുഖമായിട്ട് യോനയുടെ പരിപാടി എനിക്ക് ടിക്കറ്റ്, എനിക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണം. യോനെ നിന്നെ ഞാൻ ഉറക്കാൻ പോകണ്ട. എടാ നിന്നെ ഞാൻ ഉറക്കാൻ പോവുകയാണ്. നിനക്ക് അമ്മിഞ്ഞ പാലും തന്ന് നിന്നെ ഇരുത്തി നല്ല ഉറക്കാൻ പോവുകയാണ്. മോനെ നിന്നെ ഉറക്കിത്തരാൻ ഞാൻ. നീ കപ്പൽ സുഖമായിട്ട് ഉറങ്ങ്. ദൈവം കരവിട്ടു, കപ്പലിൽ കരവിട്ടു. ഇപ്പൊ എവിടെയാ? കടൽ വെള്ളത്തിന് വെള്ളം ആല് ചുറ്റും വെള്ളം മാത്രമേ ഉള്ളൂ. കരവിട്ട് കര കാണാൻ പറ്റും നിന്റെ കണ്ണിന്റെ വിദൂരത്തെയായി. ദൈവം ആ സമയത്ത് സമുദ്രത്തോട് കൽപ്പിച്ചു. സമുദ്രത്തിൽ നിന്ന് എന്താണ്? ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കരയും വൻകര സമുദ്രത്തെ ഉണ്ടാക്കിയവൻ, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയവൻ പറഞ്ഞു കഴിഞ്ഞ സമുദ്രമേ നീ പ്രതികരിക്കാൻ പറഞ്ഞ സമുദ്രം പ്രതികരിക്കും. ഇതൊക്കെ ആരാധീനയിലിരിക്കുന്ന ഭൂമി സകലത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന യഹോവയുടെ ദൈവസന്നിലായിരിക്കുമ്പോ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മതി ദൈവത്തിനു വേണ്ടി അനുകൂലമായി മാറുന്നത്. സകലതും അനുകൂലമായി മാറും. കാര്യമാണ് എല്ലാം ദൈവത്തിന്റെ വകയാണ്. ആകാശവും ഭൂമിയും സകലതും ആരുടെ വകയാണ്? ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന്റെ അതോറിറ്റിയിലാണ് കിടക്കുന്നത്. ഇവിടെ യോനയുടെ പദ്ധതി എന്താണ്? ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാം. ഉറങ്ങിയിട്ട് കുറേയോട് ദിവസമായി നല്ല ഉറക്കം, നല്ല ഉറങ്ങിത്തുടങ്ങിയ സമയത്തും ഹല്ലേലൂയ അടുത്ത ദൈവം പറയുന്നു സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിച്ചു. കപ്പൽ സാധാരണ കാറ്റല്ല, പെരുങ്കാറ്റ്. അനുസരിച്ചില്ല എങ്കിൽ നീ ഉറങ്ങിക്കോ, ഒരു പെരുങ്കാറ്റ് വരുന്നുണ്ട്. നീ അനുസരിച്ച് നീ ഉറങ്ങിക്കോ. ചില പെരുങ്കാറ്റുകൾ വരുന്നുണ്ട്. ചില പെരുങ്കാറ്റുകൾ അനുസരിക്കാത്തവരുടെ മേല് ഒരു പെരുങ്കാറ്റ് വരുന്നുണ്ട്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊണ്ട് ഒരു പെരുങ്കാറ്റ് വരുന്നുണ്ട്. ഇപ്പൊ മഴ മാത്രമല്ല, കാറ്റും ഉണ്ട്. കാറ്റ് മാത്രമല്ല, ഇടിയും ഉണ്ട്. ഇടി മാത്രമല്ല, മിന്നലും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ ഈ പെരുങ്കാറ്റ് അടിച്ചു, കപ്പൽ കപ്പലിനെ തകർന്നു പോകത്തക്കവണ്ണം, അത്രയും വലിയ കാറ്റാണ്. പോകുവാൻ തക്കവണ്ണം സമുദ്രം വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഓരോരുത്തരും താതന്റെ ദൈവത്തോട് നിലവിളിച്ചു. ഭയപ്പെടുവാൻ എന്നുവെച്ചാൽ കടല് അവരിതുവരെ കാണാത്ത കോപം. കടൽ കോപിച്ചു. കടല് കലിതുള്ളുകയാണ്. കടല് കലിതുള്ളുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരുന്നില്ലേ, എത്രയോ വീടെടുത്തുകൊണ്ട് പോയി. അപ്പുറത്ത് 1 ഏക്കറിൽ വന്ന് അടുത്ത പാടം മൊത്തം എടുത്തുകൊണ്ട് പോയി. കടലിനകത്ത് വന്നിട്ട് കടല് കോപിക്കണമെങ്കിൽ ഒരു ദൈവപ്രവൃത്തിയാണ് കുഞ്ഞേ, ഒരു ദൈവപ്രവൃത്തിയാണ്. കടൽ കോപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലെ കടൽ കോപം ചില അനുസരണക്കേടിനെതിരായിട്ട് കടൽ കോപങ്ങൾ ഉണ്ടാവും. അനുസരണക്കേടിന് വരാതെ നിൽക്കുമ്പോൾ ഒരു കടൽ കോപം. എന്നാൽ നീ സാധാരണ കോപമല്ല. ദൈവം കോപിക്കുമെന്ന് കേട്ട് കഴിഞ്ഞാൽ കടലിലൂടെ കോപിക്കും. നിങ്ങൾ പറയാം എൻ്റെ ദൈവം കോപിക്കുമോ? ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, കടലിലൂടെ വെള്ളത്തിലൂടെയും കോപിക്കും. ദൈവം വെള്ളത്തിലൂടെയും കാറ്റിലൂടെയും മഴയിലൂടെയും വെള്ളത്തിലൂടെയും കോപിച്ചില്ലേ? നോഹയും പെട്ടകം പണിത സമയത്ത് വെള്ളത്തിലൂടെയും ദൈവം പ്രതികരിച്ചു അല്ലേ, കോപിച്ചു. അപ്പോൾ ദൈവം ഏത് രീതിയിൽ വേണമെങ്കിലും കോപിക്കാൻ പറ്റും.
അപ്പോൾ വെള്ളത്തിലൂടെ ശക്തമായ, സാധാരണ രീതിയിലല്ല, ശക്തമായ രീതിയിൽ അത് കപ്പൽ തകരത്തക്കവണ്ണം സമുദ്രം വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഓരോരുത്തരും താതൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവർ ഭയപ്പെടത്തണം. ചിലരെ നിലവിളിക്കണമെങ്കിൽ ഭയപ്പെടത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടും. ചിലത് ഭയപ്പെടത്തക്കവണ്ണം. കാര്യം എന്താണ്? നീ ദൈവത്തെ അനുസരിച്ചില്ല എങ്കിൽ. ഇത് പറയുമ്പോൾ ചില ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ പറയാം. ഒരു വിവാഹത്തെക്കുറിച്ച്, നടന്നൊരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ മനസ്സിൽ, എൻ്റെ അപ്പനും എൻ്റെ ചേട്ടനൊക്കെ ഒരു കല്യാണത്തിന് പോയി. ഒരു കല്യാണത്തിന്, ഹിന്ദുപരമായ ഒരു കല്യാണത്തിനാണ് പോയത്. ഞങ്ങൾ ഭയങ്കര ഹിന്ദുക്കളാണല്ലോ. അപ്പോൾ നമ്മൾ ഹിന്ദുക്കളായിട്ട് ഇപ്പോൾ എല്ലാവരും പോവും, ഹിന്ദുക്കളും ക്രിസ്ത്യാനും എല്ലാവരും പോവും, കുഴപ്പമില്ല. ഒരു വേണ്ടപ്പെട്ടൊരു കല്യാണം. ഇവിടെ തിരുവനന്തപുരത്തൊന്നുമല്ല, ഇത്തിരി ദൂരെയാണ്. ഞാനും കുഞ്ഞിൽ ഇനി നല്ല ഓർമ്മയുണ്ട്. കല്യാണ ചോറ് നല്ല അറിയാം. അന്ന് ചോറൊക്കെ ആണല്ലോ. കല്യാണം എന്ന് പറഞ്ഞാൽ പോണ സമയമാണല്ലോ. അങ്ങനെ അവിടെ കല്യാണത്തിന് സ്ഥലമൊന്നും അല്ല, ഒത്തിരി നടന്ന സംഭവമാണ്, അത് അനുഭവിച്ചൊരു സംഭവമാണ്. അത് പറയുകയാണ്. അപ്പോൾ അവിടെ കല്യാണത്തിന് പോയി. ഫസ്റ്റ് കെട്ട് കഴിഞ്ഞിട്ടാണല്ലോ ചോറ് കൊടുക്കണത്. നമ്മുടെ ലക്ഷ്യം ചോറിലാട്ടമാണല്ലോ. കെട്ട് കഴിയുക, നമ്മളിത് നോക്കും, കറികൾ എത്രയുണ്ട്, കൂട്ടം എത്രയുണ്ട്, ബോളിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. എല്ലാവരും കണക്കെടുക്കും വിളമ്പിയൊക്കെ വെച്ചിട്ട്. ഇന്ന് നോക്കും ബിരിയാണിയാണോ ചോറാണോ. ബിരിയാണി ഇഷ്ടമാണെങ്കിൽ സമാനപ്പെട്, ഞാൻ ഇപ്പം വരുന്നുണ്ട്, നീ കരയണ്ട, നമ്മളെല്ലാം ധൈര്യപ്പെടുത്തും അതിനകത്തല്ലേ. അപ്പോൾ അവിടെ ചെന്ന് കല്യാണത്തിന് ഭയങ്കര ആളായിരുന്നു. ഇവിടുന്ന് വണ്ടി വിളിച്ചാണ് പോയി. വീട്ടിൽ നിന്നാണ് പോയത്. വീട് ഞാൻ പെമ്മിട്ടാറല്ല. ഞാനും എൻ്റെ അപ്പനുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ ചേച്ചിയില്ല. ഞങ്ങൾ രണ്ടുപേരായിട്ട് പോയി. ഞങ്ങൾ 3 പേരായിട്ട് പോയി. അപ്പോൾ എല്ലാവരും കുടുംബമായിട്ടാണല്ലോ കല്യാണത്തിന് പോവേണ്ടത്. ഇന്നലെ വല്ലപ്പോഴും തെറ്റിയും തെറിച്ചൊക്കെ എല്ലാവരും പോണവരുണ്ട്. അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി. അപ്പോൾ കെട്ട് ഹിന്ദുപരമായിട്ട് കുരവയിടുന്നുണ്ട്. നമ്മളും കൂടെ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം ആസ്വദിക്കുന്നുണ്ട്. കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹാരം ഇടൊക്കെ പരിപാടിയുണ്ട്. ഹാരം ഇട്ടപ്പോൾ പയ്യൻ നിന്ന് തുള്ളണം. ഹാരം ഇട്ടപ്പോൾ നടന്ന സംഭവം, പയ്യൻ നിന്ന് തുള്ളണം. ചില മന്ത്രവാദികളും തുള്ളണ കാട്ടിയിട്ടുണ്ട്. കാവിലെ തുള്ളൽ കാണാൻ പോയ ആളാണ്. നമ്മളൊക്കെ അതിൻ്റെ ഉസ്താദല്ലേ അല്ലേ? നമ്മളൊക്കെ അതിൻ്റെ ഉസ്താദല്ലേ? നല്ല തുള്ളൽ കണ്ട് കയറി വന്നവരല്ലേ? നമ്മളൊക്കെ നല്ല തുള്ളൽ കണ്ട് നല്ല തുള്ളിയിട്ട് നിൽക്കുന്നവരാ. ആരിട്ടപ്പോൾ പയ്യൻ തുള്ളണ്. സംസാരമായി. എല്ലാവരും കൂടെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അവൻ എന്തോ ചില പൂവിൻ്റെ അലർജിയാ. പൂവിൻ്റെ അലർജി എന്തൊക്കെ. എല്ലാവരും കൂടെ കാല് പിടിച്ചു. പെണ്ണാണെങ്കിൽ അടിപൊളി പെണ്ണ്, സുന്ദരിയാണ്. കാണാനാ നമ്മൾ നോക്കും. കുഞ്ഞപ്പം കൊച്ചിലെ നോക്കിയാണ്, പിന്നെ കുഞ്ഞിലെ നമ്മൾ കാണൂലേ സുന്ദരിയാണോ മോശമാണെന്നൊക്കെ അല്ലേ. കാണാനൊക്കെ കുഴപ്പമില്ല. അടിപൊളി കല്യാണം, പന്തലൊക്കെ ഇട്ട്, മണ്ഡപത്തിലൊന്നുമല്ല, അവരിവിടെ പണ്ട് ഓലൊക്കെ ഇട്ട് മണ്ഡപം ഇട്ട് ആ സെറ്റപ്പാണ്. പയ്യൻ തുള്ളിയപ്പോൾ എല്ലാവരും പൂവിൻ്റെ അലർജി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പയ്യൻ തുള്ളി. എല്ലാവരും കാല് പിടിച്ച് പൂവിൻ്റെ അലർജിയാണ്. എൻ്റെ അപ്പനൊക്കെ കാരണവരാണ്, വേണ്ടപ്പെട്ടവരുമാണ്, കുടുംബത്തിൻ്റെ വേണ്ടപ്പെട്ടവരുമാണ്, പറഞ്ഞു വന്ന നമ്മുടെ ആൾക്കാരുമാണ്. ഹിന്ദുപരമായ കല്യാണം കഴിച്ചു. കാല് പിടിച്ചെല്ലാം കെട്ട് കഴിഞ്ഞു. അങ്ങനെ തുള്ളിയപ്പോൾ എല്ലാം കുറേ കഴിഞ്ഞപ്പോൾ തുള്ളിയപ്പോൾ അടങ്ങി നിന്നു. ഹാരം അങ്ങ് ഊരി മാറ്റിയപ്പോൾ പയ്യൻ അങ്ങ് നിന്നു. പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചാപ്പാടടിക്കുക. എല്ലാവരും കൂടെ ആവേശപ്പെട്ട് ചാപ്പാട് കഴിച്ചു. വിളമ്പി വെച്ചിട്ടാണ് കയറ്റണത്. എല്ലാവരും വയറൊക്കെ കഴിച്ചു. അടുത്ത് യാത്ര കേപ്പുണ്ട്. എല്ലാവരും പ്രസൻറ്റേഷനും കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പാത്രങ്ങൾ. പണ്ട് കൂടുതലും കൊടുക്കണ ഈ ക്ലാസ്സിനകത്തുള്ള പരിപാടികളാണ് കൂടുതൽ. അതാണ് ഏറ്റവും വലിയ കൊടുക്കണേ. എൻ്റെ പേരെന്തിന്? പ്രസോ. പ്രസം എന്തോ അങ്ങനെ ഒരു അല്ലേ ക്ലാസ് കാര്യം ഒരുപാട് പ്രസൻറ്റേഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ആ വീട്ടിലെ ഏറ്റവും ആദ്യത്തെ കല്യാണമായിരിക്കും. അപ്പോൾ യാത്രയാക്കണ സമയത്ത് നമ്മളവിടെ നിന്നും 7-8 വണ്ടികളുണ്ട്. ടെമ്പോയും കാറും ഉണ്ട്. ഞങ്ങളും 1000-500 രൂപ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അവിടെയും ഉണ്ട് 1000-500, 10,000, 1500 ആൾക്കാർ കൂടിയ വലിയൊരു കല്യാണമാണ്. പക്ഷേ യാത്രയാക്കണ സമയത്ത് പാത്രങ്ങളെല്ലാം വാങ്ങിച്ച ശേഷം ഒരു ഹാരം ഇടക്കം ഉണ്ട്. പയ്യൻ തുള്ളാൻ തുടങ്ങി.
തുള്ളലെന്ന് വെച്ചാൽ 1.5 തുള്ളക്കം. ഓട്ടം തുള്ളും തോറ്റുപോകും. ഓട്ടം തുള്ളലും തോറ്റുപോകും. അറിഞ്ഞ് തുള്ള തന്നെ. പയ്യ അറിഞ്ഞ് തുള്ളിയപ്പോൾ വീട്ടുകാരും തുള്ളാൻ തുടങ്ങി. ഹല്ലേലൂയാ, ആമേൻ. പയ്യൻ തുള്ളിയപ്പോ പെണ്ണിന്റെ വീട്ടുകാർ തുള്ളാൻ തുടങ്ങി. യവനെന്തോ കുഴപ്പമുണ്ട്. അവർക്ക് പെൺവീട്ടുകാർക്ക് പയ്യന്റെ വീട്ടുകാരെന്ന് എല്ലാവരും അടിക്കണം. വേറെ ഒരു പരിപാടിയില്ല. പയ്യനെ മാത്രം പോരാ, അടിച്ചാൽ പോരാ, പയ്യന്റെ വീട്ടുകാർ പോയി എല്ലാവരും അടിക്കണം. ആ സമയത്ത് അപ്പം പറഞ്ഞു, മക്കളെ നീ ഓടിക്കോ. ടെമ്പോക്കാരൻ പറഞ്ഞു, വണ്ടി ഷാർട്ടാക്കി നിർത്തിക്കോ. ദൈവഹിതമില്ല, ചില വണ്ടികൾ ഷാർട്ടാക്കി നിർത്തേണ്ടി വരും. വണ്ടി ഷാർട്ടാക്കി നിർത്തിയിട്ടാണ് കെട്ടിടത്താൻ. അടിയെന്ന് പറഞ്ഞത് എല്ലാവർക്കും, പയ്യന് മാത്രമല്ല, പോയ എല്ലാവർക്കും. അവർക്ക് അടിച്ചേ പറ്റും. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും അടിയാണ്. പിള്ളേരൊന്നുമില്ല. നമ്മൾ നിക്കറൂട്ടും കൊണ്ട് മലയിൽ കൂടെ വണ്ടിയൊന്നുമില്ല. പെണ്ണിൻ്റെ വീട്ടിലല്ല വണ്ടി കിടക്കണത്. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പോയാലേ വണ്ടി കയറാൻ പറ്റും. വണ്ടി അവിടെ കിടക്കണത്. സത്യം പറഞ്ഞാൽ ഓടി. എൻ്റെ ചേട്ടൻ എൻ്റെ കയ്യിനെ പിടിച്ചിട്ട് ഓടി. എൻ്റെ അപ്പം ബാക്കിൽ നിന്ന് ഓടി. ഓട്ടം. കാര്യം തരുമോ, ആ വീട്ടുകാർ കംപ്ലീറ്റ് കളവി. പയ്യന് ഒരു വിട്ടുവീഴ്ചയില്ല. തുള്ളലോട് തുള്ളൽ. ഈ തുള്ളൽ പിടിച്ച വീട്ടുകാർക്ക് തുള്ളൽ പിടിച്ചു. നിരത്തി പിടിച്ച് തുള്ളലായിരുന്നു. അവസാനം വണ്ടിയിൽ കയറുവാൻ കാലെല്ലാവരും കയറി ഓടി. പെണ്ണും വേണ്ട, വടക്കോഴിയും വേണ്ട, ഇനി കല്യാണവും വേണ്ട. എങ്ങനെ? പക്ഷെ തിന്നത് കൊണ്ട് ഓടാനും വയ്യ. ഹല്ലേലൂയാ. വയറും വീത്തിരിക്കുന്നു. എന്താണ്? 3 വട്ടം പായസവും ശരിക്കും കഴിക്കുകയും ചെയ്ത്. കല്യാണം വീട്ടിൽ പോയി നമ്മൾ വിടുവോ? കുഞ്ഞ് പ്രായമല്ലേ, പണ്ടത്തെ പ്രായം. ചിലപ്പോൾ 2 കളരിയിലും കയറി കഴിക്കും. ഒന്ന് പോരാ, പായസം കുടിക്കാൻ വേണ്ടി 2 കളരിയിലും. ഇത് കേൾക്കുമ്പോൾ മറ്റൊരു കയറിയിട്ടില്ല എന്നാണ് പറയണത്. 10 കളരി കയറിയവരവിടെ ഇരിക്കണത്. പാസ്റ്റർ 2 കളരി കയറിയിട്ടുണ്ടെങ്കിൽ ഈ കേൾക്കണ 2-3 കയറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അപ്പോൾ ഈ ഓട്ടത്തിനിടയ്ക്ക് ആരൊക്കെ ഒത്തീർപ്പാൻ വേണ്ടി കാരണവർ വന്നു. അവിടെ അടി ഒരിടത്തൂടെ കമ്പവും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതിനിടയ്ക്ക് ആരൊക്കെ ഇടപെടുന്നുണ്ട്. ഇതിനൊന്ന് ഒത്തീർപ്പാക്കണം. പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പോയി. എങ്ങനെയെങ്കിലും ഇത് ഒത്തീർപ്പാക്കിയേ പറ്റൂ. ഒരു തീരുമാനം. ഈ ഓടുന്നിടയിൽ ആരൊക്കെ തീരുമാനം എടുത്തു, യവനെ വിട്ട് കെട്ടിക്കണ്ട, യവൻ്റെ അനിയനെ വിട്ട് കെട്ടിപ്പിക്കാം. മനസ്സിലായോ? അനിയനെ വിട്ട് അനിയൻ പെണ്ണ് കെട്ടിയില്ല. ഇത് ചേട്ടനാണ് നിന്ന് തുള്ളിയത്. അനിയനെ കൊണ്ടുവന്നു, പിന്നെ പിടിച്ചുകൊണ്ടുവന്ന്. അവൻ ഒരു ഒരുക്കമില്ലായിരുന്നു. അവൻ പെണ്ണ് കെട്ടിയിട്ടില്ലായിരുന്നു. അവനെ പെട്ടെന്ന് മുണ്ടൊക്കെ എടുത്ത് ഉടുത്ത് സെറ്റ് ചെയ്ത് കറക്റ്റ് കുട്ടപ്പനാക്കി ചേട്ടൻ കെട്ടി അനിയന് കൊടുത്തു. സന്തോഷമായിട്ട് വന്നു. ചിലവരിപ്പോൾ അനിയൻ പെണ്ണ് കെട്ടുമ്പോൾ ചേട്ടൻ പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആരാ കെട്ടും? ഇപ്പം അനിയനാണ് പെണ്ണ് കെട്ടാൻ പോണത്. അനിയൻ തുള്ളണമെങ്കിൽ ആര് കെട്ടും? നാട്ടുകാർ കെട്ടും. മനസ്സിലാവുന്നവർക്ക് സ്തോത്രം പറ. എടാ, നിന്റെ കുടുംബത്തിനകത്ത് അനിയനാണ് പെണ്ണ് കെട്ടണത്, ചേട്ടനാണ് പെണ്ണ് കെട്ടിയത്. ചേട്ടൻ പെണ്ണ് കെട്ടിയപ്പോൾ അനിയൻ പെണ്ണ് കെട്ടിയില്ല. അനിയൻ്റെ പ്രശ്നം ആര് പരിഹരിച്ചു? അനിയൻ പരിഹരിച്ചു. ഇവിടെ ചേട്ടൻ പെണ്ണ് കെട്ടിയിട്ട് അനിയനാണ് നിന്ന് തുള്ളണമെങ്കിൽ ചേട്ടൻ പെണ്ണും കെട്ടി ഒരു കൊച്ചുണ്ട്, അല്ലെ 2 കൊച്ചുണ്ട്. അനിയൻ നിന്ന് അറിഞ്ഞ് തുള്ളയാണ്. കടല് കലി തുള്ളയാണ്. സമുദ്രത്തിനകത്ത് കടല് കലി തുള്ളയാണ്. ദൈവ പ്രവൃത്തി വ്യാപരിക്കുകയാണ്. കപ്പല് തകരത്തക്ക വണ്ണം. ഇവിടത്തെ തുള്ളലൊന്നും അല്ല. ഇവിടെ 3/4 മുറി അരമണിക്കൂർ തുള്ളി ആടിയമ്മ വെള്ളം കുടിക്കും. ആ കുടിയല്ല ദൈവം അടുപ്പിക്കുന്ന തുള്ളല്. ഹല്ലേലൂയാ. ഇപ്പൊ അനിയൻ കെട്ടാൻ നിൽക്കുമ്പോ തുള്ളുമ്പോ ഞാൻ പോയ കല്യാണത്തിന് ചേട്ടനെങ്കിലും കെട്ടി. അനിയൻ കെട്ടിക്കഴിഞ്ഞാൽ
നാട്ടുകാരെ ഒന്നാൾ ഒരുക്കിക്കോ. പ്രൈസ് ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളെ ദൈവഹിതമില്ലാതെ കൈകൊടുത്ത, ദൈവഹിതമില്ലാത്ത ബന്ധം വന്ന നീ നല്ലപോലെ ദൈവം നടക്കും. നിനക്ക് വേണ്ടി പ്രതികരിക്കാൻ ഒരു കട. ഇത് കേൾക്കുന്ന ചാനലിലൂടെ കേൾക്കുന്നവരെ, ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യണം. ദൈവഹിതത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നീ പറയണം, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വേണ്ട അപ്പാ. ആമേ പറയുന്നവർക്കായി സ്തോത്രം. സഹോദരിമാരെ പറ, ദൈവം അറിയാത്ത ബന്ധം എൻ്റെ ജീവിതത്തിൽ വേണ്ട, ദൈവഹിതമില്ലാത്ത ഒന്നും വേണ്ട അപ്പാ എന്ന് പറയുന്നവർക്ക് ദൈവം നിനക്ക് വേണ്ടി അനുകൂലമായി മാറുന്നുണ്ട്. കരമടിച്ചു കരമടിച്ചു ശക്തിയോടെ കരമടിച്ചു. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ആമേ ഹല്ലേലൂയ. ദൈവം അനുകൂലമാണെങ്കിൽ, ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര്? ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര്? ദൈവം നമുക്ക് അനുകൂലമായിരിക്കണം. ദൈവം അനുകൂലമായിരിക്കണം. എന്നാൽ യോന സുഖമാറ്റ് കപ്പലിൻ്റെ അടിത്തട്ടില് നല്ല പിള്ള ചമഞ്ഞ് കിടന്നുറങ്ങുകയാണ്. ചില നല്ല പിള്ള ചമഞ്ഞ് നല്ലപോലെ ഉറങ്ങുകയാണ്. ആമേ ഹല്ലേലൂയ. താരാട്ട് പാട്ടുന്ന ഇപ്പം ആരാ? സമുദ്രം. അവൻ കടലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുമ്പോൾ സമുദ്രം, ആമേ ദൈവം, നീ സമുദ്രം പ്രതികരിച്ചോ? സമുദ്രം പ്രതികരിച്ചു ശക്തമായി. എങ്ങനെ? കപ്പൽ തകർന്നു പോകത്തക്കവണ്ണം സമുദ്രത്തിൽ വലിയ കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഓരോരുത്തർ താതൻ്റെ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ഇന്നലെ വരെയും വിളിക്കാത്തവരൊക്കെ നിലവിളിച്ചു തുടങ്ങി. അയ്യോ രക്ഷിക്കണേ, ഞാൻ ഈ സാധനമൊന്നും അറിഞ്ഞില്ല. അതിനൊക്കെ വീട്ടിൽ വലിച്ച് കയറ്റാൻ നോക്കണം. ഇത് പാമ്പാണോ, മൂർഖനാണോ, ഇരുതല മൂലിയാണോ, എന്തൊക്കെയാണെന്ന് ആദ്യമേ വലിച്ചു കയറ്റുമ്പോൾ ദൈവാലോചന നോക്കണം. കൊത്തമ്പടാണ് കിടന്ന് വിളി. ഹല്ലേലൂയ. ഇവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളിതാ മരിക്കാൻ പോണ്. എടുത്ത് ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് വന്ന് എന്തായാലും ഒരു മരണം നിശ്ചയമാണ് അല്ലേ? ഒരു വ്യക്തി മുഖാന്തരം ഒരു കപ്പൽ കയറി സകലരും നശിക്കാൻ പോകുന്നു. അവിടെ എല്ലാവരും നിലവിളിക്കണമെങ്കിൽ ഒരു വ്യക്തി മുഖാന്തരം അതിനകത്ത് കയറിയ സകലവരും, കപ്പലിനകത്ത് കയറിയ സകലവരും, കപ്പൽ മാത്രമല്ല ഒരു കപ്പലും നശിക്കാൻ പോകുന്നുണ്ട്. അവരോരോ ദൈവത്തിന്. ഇതിനകത്ത് കയറിയ എല്ലാവരും ദൈവവിശ്വാസികളൊന്നുമല്ല. കപ്പലിനകത്ത് കയറിയ എല്ലാവരും ദൈവവിശ്വാസികളൊന്നുമല്ല. എല്ലാവരും അവരോരോ ദൈവങ്ങളെ വിളിക്കാൻ തുടങ്ങി. വിളിച്ചോ നല്ലപോലെ വിളിച്ചോ, രക്ഷിക്കണമേ രക്ഷിക്കണമേ രക്ഷിക്കണമെന്ന്. അവസാനം വിളിച്ച് മടുത്ത് വെള്ളം ശ്വാസം കിട്ടണില്ല. ശ്വാസം ആരും തട. ഹോസ്പിറ്റലിലാണെങ്കിൽ ഓക്സിജനിലും കയറ്റാം. ഓക്സിജൻ കിട്ടണില്ല. ആമേ ഹല്ലേലൂയ. നിലവിളിച്ചു കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് വായിച്ചോ. അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന അവർ വിചാരിച്ചു ഈ കപ്പലിന്റെ ഭാരം, ഇപ്പോഴത്തെ കപ്പൽ കപ്പിത്താൻ വിചാരിച്ചു ഈ കടൽ ഇത്രയും കോപിക്കാൻ കാര്യം കപ്പലിന് ഇത്തിരി ഭാരം കൂടിപ്പോയി കാണും. എവരുണ്ടെന്ന ചരക്കുകളില്ലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചരക്കല്ല, ചില ചരക്കുകളിനകത്ത് കയറ്റിയിട്ട് സാധനങ്ങൾ, യാത്ര ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും, ലഗേജൊക്കെ കൊണ്ടുപോകില്ലേ, ഇതാണ് കപ്പലുണ്ടെന്ന് ചില തോന്നിയത്. ആർക്ക് തോന്നി? കപ്പിത്താന് തോന്നി. ചിലർക്ക് തോന്നും ഇപ്പം കൊള്ളാം, നല്ലതൊക്കെ തോന്നും. നിന്റെ തോന്നലായിരിക്കത്തില്ല ദൈവത്തിൻ്റെ തോന്നൽ. നമുക്കിപ്പം നല്ലതെന്ന് തോന്നും. നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത് ദൈവത്തിന് മോശമാണ് കുഞ്ഞേ. ആമേ, നമുക്ക് കണ്ണിൽ നല്ലെന്ന് തോന്നുന്നത് ദൈവത്തിന് ഏറ്റവും മോശമായിരിക്കും. അപ്പോൾ ഇവിടെ അവർ വിചാരിച്ചു കപ്പലിൻ്റെ പ്രശ്നം കപ്പലിൻ്റെ ഭാരമാണ്. ഉടനെ എന്ത് വിലപിടിപ്പുള്ള സാധനം ഇവിടെ എഴുതി വെച്ചിട്ടില്ല. എൻ്റെ ആത്മഭാവനയിൽ പറയുന്നു, ഇതിനകത്തൊന്നും ഈ സാധനങ്ങൾ സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കാര്യം ചോദിക്കട്ടെ, സമുദ്രം വിലപിടിച്ച് നമ്മൾ കപ്പലിനകത്തോണ്ട് കയറിയത് കരിങ്കല്ലും മണലും അല്ലല്ലോ, വിലപിടിപ്പുള്ള സാധനമല്ലേ.
തിന്നാനുള്ള സാധനങ്ങളല്ലേ, അല്ലെ ഉപയോഗിക്കേണ്ട സാധനമല്ലേ? ഒരു അനുസരണക്കേട് മുഖാന്തരം എത്ര നന്മകളാണ് സമുദ്രത്തിലേക്ക് എടുത്തെറിഞ്ഞത്. ഒരു വ്യക്തി മുഖാന്തരം ഇതിനകത്ത് കയറിയ സകല നന്മയും കടലിലേക്ക് എടുത്തെറിയുവാൻ ഈ അവസ്ഥയ്ക്ക് എത്തിച്ചാരാ? ഹല്ലേലൂയ. അവരോരോ ദൈവങ്ങളെ വിളിച്ചിട്ട് രക്ഷയില്ല. കടൽ അടങ്ങാത്തത് കൊണ്ടും കപ്പൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടും അടുത്ത് കപ്പിത്താൻ പറയുന്നു, നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ, ചരക്കുണ്ടല്ലോ, നിങ്ങൾ സമുദ്രത്തിലേക്ക് എറിയാൻ തുടങ്ങി. നിങ്ങളെ ബലപിടിപ്പുള്ളതെല്ലാം വലിച്ചെറിയും. ദൈവഹിതമില്ലാത്ത കൂട്ടത്തിൽ പൊയ്യ, ദൈവഹിതമില്ലാത്ത കൂട്ടത്തിൽ ചെന്ന് കയറിയ നിന്റെ ബലപിടിപ്പുള്ളതെല്ലാം വലിച്ചെറിയേണ്ടി വരും. ദൈവഹിതമില്ലാത്ത എവിടെയെങ്കിലും ചെന്നിരുന്ന, ദൈവഹിതമില്ലാത്ത യാത്രയ്ക്ക് നീ പോയാ, നീയും അതിനകത്ത് കയറിയാൽ നിന്റെ ബലപിടിപ്പുള്ള നഷ്ടപ്പെടുമെന്ന് ആത്മാവിലൊരു കാര്യം വിളിച്ചു പറയുകയാണ്. ഒരു ദൈവസേനയിൽ വചനം വിളിച്ചു പറയുന്നു, നിന്റെ ബലപിടിപ്പുള്ളത് ഒരു മുഖാന്തരം നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ നഷ്ടപ്പെടുവാൻ, മറ്റുള്ളൊരു അനുഗ്രഹം നഷ്ടപ്പെടുവാൻ. ഇവിടെ കയ്യിൽ നിന്നൊരു 10,000 രൂപ പൊയ്യപ്പോൾ നമ്മളെ കാഞ്ഞിരമ്പാറ അമ്മയുടെ വേദന എന്തുമാത്രമായിരുന്നു. ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? പിന്നെ ഒരു ദിവസമായില്ലേ? നെഞ്ചുവേദനയൊക്കെ വന്നില്ലേ? നെഞ്ചുവേദനയൊക്കെ വന്നു. 1-2 പൈസയില 10,000 രൂപ. ഇവിടെ 14 ലക്ഷത്തിൻ്റെ സാധനം എടുത്തെറിഞ്ഞത്. 10,000 രൂപ പൊയ്യപ്പോൾ അമ്മയ്ക്ക് വേദന ഉണ്ടായി. അത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ ഇടപെട്ട് കിട്ടി. പക്ഷെ സമുദ്രത്തിൽ എറിയണത് കിട്ടത്തില്ല. സമുദ്രത്തിൽ എറിയുന്നത് കിട്ടാനല്ല, നീ സമുദ്രത്തിലോട്ട് വലിച്ചെറിയുന്നത് നാളെ തിരിച്ചു വരുമെന്നല്ല, എന്നേക്കും വേണ്ടി വലിച്ചെറിയാണ്. അപ്പോ സമുദ്രത്തിലേക്ക് ഇട്ട് കളഞ്ഞു. എന്നിട്ടും ആമേൻ, അവർ അതിലെ എറിഞ്ഞു കളഞ്ഞു. യോന കപ്പലിന്റെ അടിത്തട്ടിൽ, യോന മോനാണെങ്കിൽ ഒന്നും അറിയാതെ കപ്പലിന്റെ അടിത്തട്ടില് ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങിയാണ്. നിങ്ങൾ എന്തൊക്കെയാണെന്ന് വിളിക്കണ്, എനിക്കൊന്നും അറിയണ്ട അല്ലേ? ഈ യോന വിചാരിക്കുന്നത് എന്തരമോ, ഇപ്പോഴത്തെ യാത്ര സുഖകരമാണ്, നല്ല യാത്രയാണ്. ഇപ്പം ഇത്തിരി പൈസ കിട്ടിയാലേ, അക്കൗണ്ടിൽ ഇത്തിരി പൈസ കിട്ടുന്നല്ല, കിട്ടി. യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ചാപ്പാടാ, മുടിഞ്ഞ ചാപ്പാടായിരുന്നു. എത്ര ദിവസം കഴിയുമ്പോൾ പറയാം വയറളവ് വന്നു. ദൈവത്തിന് ദിവസം വെച്ചിട്ടുണ്ട്. എവിടെ വെച്ച് പിടിക്കണം ദൈവത്തിന് അറിയാം. ദൈവത്തിനൊരു പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിന്റെ ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ കിടന്ന് മുമ്പിൽ കാണുമ്പോൾ കപ്പിത്താൻ കിടന്ന് നല്ലപോലെ കപ്പൽ പിടിച്ചിട്ട് നേരെ പോകണില്ല. കപ്പലിനകത്ത് കയറിയവരെ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നു. അവരെ സാധനങ്ങൾ നഷ്ടപ്പെടുന്നു. ഇവിടെ ഒന്നും അറിഞ്ഞുകൂടാത്ത വാവ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്. ഒരു വ്യക്തി 2 ദിവസം മുമ്പേ ചോദിച്ചത്, യവന് എന്തെങ്കിലും ഞെട്ടും പൊട്ടും അറിയാമോ? അവൻ വാവയല്ലേ? അവന് മാനസാന്തരപ്പെടാൻ പറഞ്ഞ സാർ എന്തൊരു പറഞ്ഞ മാനസാന്തരപ്പെടാൻ? വാവ അമ്മ പറയാ, അവനൊന്നും അറിഞ്ഞൂടാ, എട്ടും പൊട്ടൊന്നും അറിഞ്ഞൂടാ. ഫോണിനകത്തിടണ മൊത്തം തേച്ച് തിന്നാൻ അറിയാം, തേച്ച് തിന്നാൻ നല്ല പോലെ അറിയാം. അമ്മയ്ക്ക് വാവ, മടിയിലിരിക്കുന്ന വാവ. നിനക്ക് പലപ്പോഴും വാവ എന്ന് തോന്നുമ്പോൾ ഇവിടെ എല്ലാം നശിച്ച് തരിപ്പണമായി. ഇത് നിങ്ങൾ ഇവിടെ മാത്രമല്ല കേൾക്കുന്നത്, ലോകത്തുമ്പോഴും കേൾക്കുക. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ചിലപ്പോൾ ചിരിച്ചും രസിച്ചിരിക്കുകയായിരിക്കും. ഇതിൻ്റെ അനുഭവമുള്ള ഒരുപാട് ഇതിനകത്തുണ്ട്, ലോകരാഷ്ട്രങ്ങളുണ്ട്. ഈ വചനം കേൾക്കുന്ന അനവധി ദൈവമക്കളുണ്ട്. ആമേ ഹല്ലേലൂയ. ഒന്നും അറിയാതെ യാത്രയിൽ ഇത് നല്ല യാത്രയാണ്, എൻ്റെ യാത്ര നല്ല യാത്രയാണെന്ന് വിചാരിച്ചുകൊണ്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ കടൽ അതിൻ്റെ ഇതിൽ പ്രതികരിക്കുമ്പോൾ, കടലിലുള്ളവരെ സാധനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നിന്റെ അടുക്കലേക്ക് ഒരു കപ്പിത്താൻ വരും. നിന്റെ അടുക്കൽ കപ്പിത്താനായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും.
സ്വർഗത്തിലെ ദൈവം ഒരു കപ്പിത്താനായി നിന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ദിവസമാണ്. ഒരു കപ്പിത്താനായി സ്വർഗത്തിലെ ദൈവം നിന്റെ മുമ്പിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയാണ്. ഒരു കപ്പിത്താനായി, ഒരു കപ്പിത്താനായി നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു കപ്പിത്താനായി ഇറങ്ങി വരും. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. നീ എവിടെ ഒളിച്ചിരുന്നാലും, ഏത് കപ്പലിന്റെ അടിത്തട്ടി ഒളിച്ചിരുന്നാലും, അതാ നീ സ്വർഗത്തിൽ ആമേ നക്ഷത്രങ്ങളുടെ കൂട് വെച്ചാലോ ഞാൻ നിന്നെ ഇറക്കും. നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ചാലും, നീ കഴുകന്മാരെ ചിറകടിച്ചുയർന്നാലോ ഞാൻ നിന്നെ ഇറക്കും. കാര്യം എന്താണ്? ദൈവം തീഷ്ണമുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം ആരാ? തീഷ്ണമുള്ള ദൈവമാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ, ദൈവഹിതമില്ലാത്ത യാത്രകൾ, ദൈവ ഇഷ്ടമില്ലാത്ത കാര്യം നമ്മുടെ കയ്യിൽ വന്നാൽ ദൈവം ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയെ ഇപ്പോൾ എൻ്റെ പദ്ധതിയോ നിങ്ങളുടെ പദ്ധതിയല്ല, ദൈവ പദ്ധതികൾ സമർപ്പിച്ചുകൊണ്ട്, നിന്റെ തലമുറ സമർപ്പിച്ചുകൊണ്ട്, നിന്നെ സമർപ്പിച്ചുകൊണ്ട്, ഇന്ന് ഈ പ്രതികൂല കാറ്റും പ്രതികരിക്കുന്നു, കടൽ കോപിക്കുന്നു, ദേശം കോപിക്കുന്നുണ്ട്. മഴയില്ല, ദേശത്ത് മഴയില്ല. എല്ലാവരുടെ വീട്ടിലും വെള്ളമുണ്ട്. നിന്റെ വീട്ടിൽ വെള്ളമില്ല എങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. എല്ലാരും കോരി കുടിച്ചപ്പോ നിന്റെ കിണർ മാത്രം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തൊരു യോനയുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് അനുസരിക്കാത്ത ഒരു യോനയുണ്ടെന്ന് വിളിച്ചു പറയും. നിന്റെ അനുഗ്രഹം അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നീ പ്രതീക്ഷിക്കും പോലെ കയറി വന്നില്ല എങ്കിൽ, ആമേ നിന്റെ കുടുംബത്തിനകത്ത് ചില യോനമാരുണ്ട്. ആമേ കാര്യം എന്താണ്? അനുസരിക്കാൻ കഴിയുന്നില്ല, ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല, ദൈവസന്നിധിയിൽ വരാൻ കഴിയുന്നില്ല. ചില യോനമാരെ ദൈവം കാണുന്നുണ്ട്. കരമടിച്ച് പ്രതികരിച്ചട്ടെ. ശക്തിയോടെ പ്രതികരിച്ചോ. ദൈവസന്നിധിയിൽ പ്രതികരിച്ചോ. ഒരു പ്രതികരിച്ചോ. ഓ റീബല ശംദല ബൗഡവ രാജവദീന രഗനേ വൈഡവ രംദല ബൗഡവ രാജവദീന രഗനേ. ചിലതിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭവനത്തിനകത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദൈവപ്രവൃത്തിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേ, 6-ാമത്തെ വാക്യം, 1-ന്റെ വാക്യത്തിൽ നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. നല്ലവണ്ണം നല്ലപോലെ ഉറങ്ങിക്കോ. നിന്റെ ഉറക്കം ഇപ്പൊ നല്ലോണം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല ഉറങ്ങിക്കോ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് അല്ലേ, നീ നല്ലപോലെ ഉറങ്ങ്. ദൈവം നിന്നെ ഉറക്കി തരും. ഇത് നിന്റെ ജീവിതത്തില് അവസാനത്തെ ഉറക്കമെന്ന് ഞാൻ പറയൂല. അവസാനത്തെ ഉറക്കമെന്നും പറയാൻ എനിക്ക് പറ്റൂല. പക്ഷെ നിന്റെ അനുഗ്രഹത്തിന്റെ തുടക്കമാണെന്ന് ഞാൻ പറയും. നിന്റെ അനുഗ്രഹത്തിന്റെ തുടക്കമാണെന്ന് ഞാൻ പറയും. നിന്റെ അനുഗ്രഹത്തിന്റെ തുടക്കമാണ് ഞാൻ വിളിച്ചു പറയും. ഉറങ്ങുന്നവരോട്, ഉറക്കം നടിക്കുന്നവരോട് ഉറങ്ങുന്ന പറയാ, നിന്റെ അനുഗ്രഹത്തിന്റെ സമയമായി, നിന്റെ അനുഗ്രഹത്തിന്റെ സമയമായിട്ടുണ്ട്. അപ്പോ 6-ാമത്തെ വാക്യത്തിലെ കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്ന എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ അപേക്ഷിക്കുക. യാതൊരു ദൈവം എന്നാണ്, അവരോരോ ദൈവങ്ങളെ വിളിച്ചല്ലോ. ഇപ്പൊ ഇഷ്ടംപോലെ ദൈവങ്ങൾ ഉണ്ടല്ലോ. ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളുണ്ട്. 3 കോടി ദൈവങ്ങളാണ്. മനുഷ്യനെക്കാട്ടും ദൈവങ്ങൾ കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് അവരോരോ ദൈവങ്ങളെ വിളിച്ചിട്ട് കപ്പൽ പ്രമാണി പറഞ്ഞു, എല്ലാവരും വിളിച്ചിട്ട് കാര്യങ്ങൾ പരിഹരിക്കുന്നില്ല. യോനയോട് പറഞ്ഞു, യോനെ നീ നിന്റെ ദൈവത്തെ ഒന്ന് വിളി. ഞാനും വിളിച്ചു നോക്കി യോനെ, ഒരു മറുപടിയില്ല. വല്ല കണ്ണാമൂക്ക ചെവിയുണ്ടെങ്കിൽ കേൾക്കുള്ളൂ. മനസ്സിലാക്കണം, വിളിക്കുന്നവർ മനസ്സിലാക്കുക. എന്തെങ്കിലും നടക്കണമെങ്കിൽ അറിയാതെ പോകരുത്, അപ്പനെ മറന്നു പോകരുത്, സ്വർഗത്തിൽ അപ്പനെ മറക്കരുത്. എന്തെങ്കിലും വിടുതല കാണണമെങ്കിൽ സ്വർഗത്തിലേക്ക് വന്നാലേ പറ്റൂ. ഇവിടെ എല്ലാം പരാജയപ്പെട്ട് തോറ്റു നിൽക്കുന്ന ഒരു കപ്പൽ പ്രമാണി വന്ന് പറയുക, ഞങ്ങൾ തോറ്റ് പരാജയപ്പെട്ട് നിൽക്കുന്നു,
ഞങ്ങൾക്കിനി മുന്നോട്ട് പോയാലേ പറ്റൂ. ഈ യാത്ര മുന്നോട്ട് പോകണം. യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേ. നീ നിന്റെ ദൈവത്തെ അപേക്ഷിക്കേ. അപ്പോ എന്നിട്ട് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ കടാശിക്കും എന്ന് പറഞ്ഞു. അനന്തരം അവർ വരുവിൻ. ആരുടെ നിമിത്തം ഈ അനർത്ഥം ഇത് ആരുടെ നിമിത്തം നമ്മുടെ മേൽ വന്നിരിക്കുന്നു? ആര് നിമിത്തമാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ ചീട്ടിടുക, കുറിയിടുക. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആര് നിമിത്തം ഇത്രയും യാത്രകൾ, ഒരുപാട് യാത്രകൾ തർശീസിലേക്ക് ഈ കപ്പൽ പോയിട്ടുണ്ട്. തർശീസിലേക്ക് പോകുന്ന കപ്പൽ ഇന്ന് ആദ്യത്തെ യാത്രയെന്നല്ല, ഒരുപാട് യാത്ര തർശീസ് എന്ന കപ്പല. ഇതുവരെയ്ക്ക് വരാത്ത ഈ പ്രശ്നം ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. ഇതാര് നിമിത്തമാണ്? നമുക്കൊന്ന് ചീട്ടിട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തിനാ കുറിയിട്ട് നോക്കാം. എല്ലാവരും പേരെഴുതാൻ തുടങ്ങി. ഈ കപ്പലിനകത്ത് കയറിയ ആദ്യത്തെ പേര് ആരെ പേരെഴുതി? നമ്മുടെ ദിവാരം പേരിൻ്റെ പേരിനെ ആദ്യം എഴുതി. അടുത്ത യേശുദാസന്റെ പേരെഴുതി. നമ്മൾ അപ്പൂസിൻ്റെ പേരെഴുതി. ഹല്ലേലൂയ സന്തോഷിൻ്റെ പേരെഴുതി. ആമേ ഹല്ലേലൂയ ഉരുട്ടമരത്തിന് എല്ലാത്തിൻ്റെ പേരും എഴുതി. കപ്പൽ പോണത് തർശീസിലോട്ടാണ്. ഉരുട്ടമരത്തോട്ടല്ല. ചില തോന്നലുണ്ട് ഇത് ഉരുട്ടമരത്താണ് പോണേന്ന്. പ്രൈസ് ഹല്ലേലൂയ. ചീട്ട് നമ്മുടെ വേണു കൊട്ടാരക്കര പേരും എഴുതി, രാജേഷിൻ്റെ പേരും എഴുതി. കൊട്ടാരക്കര എന്നെ വീട് ആയൂര്. ആയൂരൊന്നും ആളുണ്ട് കപ്പലിനകത്ത്. ആയൂരൊന്നും കയറിയിട്ടുണ്ട്. രാജേഷ് ആയൂര്, വേണു കൊട്ടാരക്കര. പിന്നെ സഹോദരിമാരുടെ പേരൊന്നും പറയണ്ട, എല്ലാവരും ഉണ്ട്. യേശുദാസന്റെ പേര് ആദ്യം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയും പാസ്റ്റർ അങ്ങനെ വെറുതെ ഒന്നും പോകണ്ട, ഇത് ആരെ കുഴപ്പമൊന്ന് കണ്ടുപിടിക്കണമല്ല. ഈ കിടന്ന ആട്ടവും ഞങ്ങൾ എന്തായാലും കപ്പൽ നശിക്കും, ഞങ്ങളും നശിക്കും. ഒരു വ്യക്തി മുഖാന്തരം ദേശം നശിക്കാൻ പോകുന്നു. എത്ര കുടുംബങ്ങൾ നശിക്കാൻ പോകുന്നു, എത്ര കുടുംബങ്ങൾ അനാഥരാകുന്നു. ഇത് കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ചില ചീട്ട് വരുന്നുണ്ട് കേട്ടാ ബ്രദറെ വേണുഗോപാൽ, ചീട്ട് വരുന്നുണ്ട്. റെഡിയായിരുന്നു. ചില കുറി വരുന്നുണ്ട്. ഇന്ന് ആദ്യമായിട്ടിൽ വന്നല്ലേ, പേര് വീഴുന്നുണ്ട്. ചില ചീട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ചില ചീട്ടുകൾ ഒരുങ്ങുന്നുണ്ട്. അതിനകത്ത് ചില കുറികൾ വരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ആരെ നിമിത്തമാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാ. മനുഷ്യനെ കണ്ടുപിടിക്കാൻ നേരിട്ട് കഴിഞ്ഞില്ല എങ്കിൽ, നിന്റെ കണ്ണിൽ ആരെ കുഴപ്പമൊന്നും സ്പഷ്ടമായി പറഞ്ഞില്ല, മനസ്സിലായി. ഇപ്പം വിളിച്ച് പറയാണ് ഇന്നാളെ കുഴപ്പം ആരും വിശ്വസിക്കില്ല. ഞാൻ പറയുകയാണ്, ഇന്ന് ഒരു സഭയ്ക്കൊരു ക്ഷീണം വന്നത് ഇന്ന ആൾ മുഖാന്തരം എന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കുമോ? ഇന്ന് നമ്മുടെ മുറിഞ്ഞപാല സഭയ്ക്ക് ഒരു ക്ഷീണം ഇന്ന ആളാണ് വന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? ഇല്ല. ഒരു ചീട്ട് വരുന്നുണ്ട്, ഒരു ചീട്ട് ഒരുങ്ങുന്നുണ്ട്. നിന്റെ കുടുംബത്തിന്റെ ഒരു കഷ്ടതയ്ക്ക് അതിനകത്ത് ചില വ്യക്തികൾ ദോഷമായി ചിലതിനെ ദൈവം കാണുന്നുണ്ട്. ചില ദോഷമായത് ദൈവത്തിന് അനുസരണം കെട്ടതിന് ദൈവ ചീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ചിലതിനൊക്കെ ആശുപത്രി കയറ്റി ചീട്ടെഴുതി OP ടിക്കറ്റ് എടുത്ത് മാനസാന്തരപ്പെടാത്തതിനൊക്കെ. അങ്ങനെ വരാതെ പോട്ടെ. അല്ലേ കുറേ OP ടിക്കറ്റ് അറിയാം. ദൈവജനം മാനസാന്തരം OP ടിക്കറ്റിലൂടെയും മാനസാന്തരപ്പെടുത്തും. OP ടിക്കറ്റിൽ പേരെഴുതിയും മാനസാന്തരപ്പെടുത്തും. നല്ലത് മാത്രം വരട്ടെ. ചീട്ട് എല്ലാവരെയും പേരെഴുതിയപ്പോ ചുമ്മാ കിടന്ന് ഉറങ്ങുന്ന ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ടവനായ ഒരു വ്യക്തിയുടെ പേരെഴുതി, യോനയുടെ പേരും എഴുതി. എന്നാൽ വായിച്ചോ. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. ചീട്ട് യോനയ്ക്ക് തന്നെ വീഴുന്നു. ഇന്നത്തെ ചിട്ടി ആർക്ക് വേണം? എനിക്ക് തന്നെ വേണം. നിനക്ക് എന്നെ വീഴും. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ആർക്ക് ചീട്ട് വീഴണമെന്ന്.
ആർക്ക് ലോട്ടറി അടിക്കണമെന്നും. ഇത് 1.5 ലോട്ടറി തന്നെ അല്ലേ. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് തന്നെ, കൊള്ള കൊള്ള. എൻ്റെ അടുത്ത് പറയാണ്, പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്, കൊള്ള കൊള്ള. കൊള്ളയല്ല, കൊലയാണ് ദൈവസന്നിധിയിൽ. കൊള്ളയല്ല, കൊലയാ. എത്രത്തിനെ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്? നീ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടിലിരുന്നാൽ പോരെ. ഈ കപ്പലിലൊന്ന് കയറണോ? എടാ, നിന്റെ വീട്ടിലിരുന്നാൽ മതി. ഈ പാവപ്പെട്ട മുറിഞ്ഞാല സഭയെ കപ്പലിലൊന്ന് കയറണോ? ഒരു സഭയെ മുടിപ്പിക്കാൻ വേണ്ടി ചിലത് വരും. ഒരു പാസ്റ്റർ പറഞ്ഞു, പ്രശ്നം വെളിയിലല്ല, പ്രശ്നം അകത്താണ് പ്രശ്നം. വെളിയിലല്ല കുത്തണത്, അകത്താ കുത്തൽ കൂടുതൽ. ചില കുത്തണതൊക്കെ അകത്താ. വെളിയിലെ സുവിശേഷ വിരോധികളെ എങ്ങനെയും കൊണ്ടുപോകാം, സുവിശേഷ വിരോധികളെ എങ്ങനെയും അടക്കി കൊണ്ടുപോകാം. പക്ഷെ അകത്തുള്ള സുവിശേഷ വിരോധം നോക്കിക്കോളണം. സഭയെ തകർക്കാൻ വേണ്ടി, സഭയെ മുടിക്കാൻ വേണ്ടി പിശാചിനെ കയ്യിലെടുക്കുന്നുണ്ട്. ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കും. ഇവിടെ മാത്രമല്ല, ലോകരാഷ്ട്രം ഉണർന്ന് പ്രാർത്ഥിര്. ചില സഭയെ തകർക്കുവാൻ, സഭയെ മുടിക്കുവാൻ, സഭയെ തകർക്കുന്ന ചില ദുഷ്ട പിശാച് ചില വ്യക്തികളെ കയ്യിലെടുത്തിട്ടുണ്ട്. ലോകരാഷ്ട്രം ഉണർന്ന് പ്രാർത്ഥിര്. ഇന്ത്യ ഉണർന്ന് പ്രാർത്ഥിര്. ആത്മനിയോഗം ഞാൻ വിളിച്ചു പറയുകയാണ്. മുറിഞ്ഞപാല സഭ മാത്രമല്ല, സകല സഭകളും ഉണർന്ന് പ്രാർത്ഥിക്കണം. സഭയെ തകർക്കുവാൻ, സഭയെ ഇല്ലാതാക്കുവാൻ, സഭയുടെ ഐക്യത ഇല്ലാതാക്കുവാൻ ചില ദുഷ്ട പിശാചുകൾ ഇതിനെ കയ്യിലെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അവിടെയാണ് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കും, സുവിശേഷ വിരോധികൾ മാറിപ്പോട്ടെ ഞങ്ങൾക്കെതിരായിട്ട്. എന്നാൽ അകത്ത് പരമാണ് ദൈവം നമുക്കെതിരായിട്ട് നിന്നത്. എന്നിട്ട് അടുത്തിരുന്നും കൊണ്ട്, തോളിരുന്നും കൊണ്ട് ചെവി കടിക്കണം മാത്രമല്ല, ബ്ലഡ് ഊറ്റി കുടിക്കുന്ന അനുഭവങ്ങൾ, രക്തം ഊറ്റി കുടിക്കുന്ന ചില കൊതുവിൻ്റെ രൂപം എടുത്ത ചില ഉണ്ട്. കൊതുവിൻ്റെ ഇവിടെ ഇരുന്നും കൊണ്ട് ചിലരുണ്ട്. ഫോൺ ഇരുന്നാലും, ചിലർ പ്രസംഗിച്ചുകൊണ്ടിരുന്നാലും ഫോണിലാണ് ശ്രദ്ധ. ഒന്ന് നീ ഫോണിൽ നോക്ക്, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്ക്, അല്ലെങ്കിൽ എൻ്റെ പ്രസംഗം ഒന്ന് കേള്, അല്ലെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക്, അല്ലെ ബൈബിൾ എങ്ങനെ നോക്ക്. ഒന്നിലും നോക്കാതിരുന്നില്ലെങ്കിൽ ഒന്ന് എഴുതി പോ. ഒന്നേ നന്നാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കപ്പലിനെ തകർക്കാൻ വേണ്ടി, ഞങ്ങൾ സഞ്ചരിക്കുന്ന കപ്പലിനെ തകർക്കാൻ വേണ്ടി കരയണം യേശുവേ. ഈ വിളിച്ച പോരാ, അർദ്ധരാത്രി ഈ നിലവിളി പോരാ. ശത്രു ഈ സഭയിൽ മാത്രമല്ല, ചില സഭകൾ നോട്ടമിട്ടിട്ടുണ്ട്, ചില സഭകൾ നോട്ടമിട്ടിട്ടുണ്ട്. ആത്മീയമായി കരഞ്ഞ് നിലവിളിച്ച്, അർദ്ധരാത്രിയിൽ നിലവിളിച്ച് കൊണ്ടുവരുന്ന ആത്മീയ മക്കളെ ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോ പിശാചിനകത്ത് കയറി വെട്ടുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. 3 മണിയോളം ദേശം ചുറ്റി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലുകളും റെയിൽവേ സ്റ്റേഷനുകളിലും ഈ കിഴക്കുള്ള പുത്രങ്ങളുടെ അർദ്ധരാത്രി നിങ്ങളെ ഉറങ്ങുമ്പോൾ ഉറക്കമില്ലാതെ ഞങ്ങൾ ഈ മുഴു രാത്രി ദേശം ചുറ്റിയും റെയിൽവേ നടന്നൊക്കെ ഓരോ രാത്രി പ്രാർത്ഥിച്ച് നിലവിളിച്ച് ഇതിനകത്ത് വരുന്നതാ. കാര്യം എന്താണ്? ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അനവധി വിടുതൽ നടക്കണം, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഹോസ്പിറ്റലിനകത്ത് കയറിയില്ലെങ്കിലും പുറത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാര്യമാണ്, ഞങ്ങൾ ദൈവസനപ്പ ഒരു പ്രാർത്ഥന ഒരു വിടുതലായി തീരും. കാര്യം എന്താണ്? നിലവിളിക്കുന്ന ഒരു കൂട്ടരുണ്ട്, സഭയ്ക്ക് വേണ്ടി കരയുന്നവരുണ്ട്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, സഭയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്. അവരെ മറക്കരുത്. ദൈവത്തിനറിയാം, എൻ്റെ അപ്പനറിയാം മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ. എൻ്റെ അപ്പനറിയാം മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ. സഭയ്ക്ക് ദോഷം തട്ടുന്ന രീതിയിൽ, സഭയ്ക്ക് കേടുവരുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പനറിയാം മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കും. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കും. ഡോക്ടർമാരുടെ അങ്ങനെയല്ല, ഇടത്തേക്കാല് പ്രശ്നമാണെങ്കിൽ വലത്തേക്കാല് ഓപ്പറേഷൻ ചെയ്യും, ഇല്ലേ? കത്തിരിയും സൂചിയൊക്കെ ഇപ്പോൾ വയറ്റിനകത്ത് കിടക്കണമെന്നാണ് പറഞ്ഞ സൗകര്യമാർ. പ്രസവം കഴിഞ്ഞ് വന്നപ്പോൾ ഓപ്പറേഷൻ നിർത്താൻ പോയപ്പോൾ ഇപ്പോഴും കത്തിരി കിടക്കണമെന്നാണ് അറിവ്. അത് പെറ്റിട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സൗകര്യം പറഞ്ഞു, ഞാനൊരു കത്തിരിക്കട തുടങ്ങാൻ പോകണമെന്ന്. മനസ്സിലായില്ല. മനസ്സിലായോ? പലരും മാറി 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 അകത്തകപ്പെടുമ്പോൾ ദൈവത്തിനറിയാം എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണമെന്നും. എൻ്റെ ദൈവത്തിന് നല്ലപോലെ അറിയാം എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിക്കണമെന്നും. നിന്നെയും എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. പദ്ധതിയില്ലേ? എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണമെന്നും.
നിങ്ങളെ കുറിച്ചല്ല, എല്ലാവരെ കുറിച്ചും ഈ ലോകത്തെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ട്. നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഇന്ന് ഉച്ചയ്ക്ക് എന്ത് തിന്നണമെന്നും ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയാ. ദൈവത്തിന്റെ പദ്ധതി നടക്കൂ. ദൈവത്തിന്റെ പദ്ധതി നടക്കൂ. ദൈവത്തോട് മത്സരിച്ച് ജയിച്ച ആരെങ്കിലും ഉണ്ടോ? ദൈവത്തോട് മത്സരിച്ച് ജയിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ, വെല്ലുവിളി ഉണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് പറ. അപ്പ ജീവനുള്ള ദൈവമാണ്. ഇത്രയും പറഞ്ഞാൽ മതി. നിന്റെ ശക്തി എന്താണെന്ന് നീ കാണിച്ചാന്ന് ഇത്രയും ചോദിച്ചാൽ മതി. നീ ജീവനുള്ള ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് നന്നാക്കി താ. ജീവനുള്ള ക്രിസ്തുവായ യേശു ആണെങ്കിൽ എന്നെ ഒന്ന് വെള്ളത്തിനകത്തിടാൻ നോക്ക്. കാര്യം എന്താണെന്നോ? പണിയുന്നവനാണ്. പണിയുന്നവനും ഉടയ്ക്കുന്നവനും ദൈവമാണ്. ഒരു വ്യക്തിയെ പണിയാനും അറിയാം, ഉടയ്ക്കാനും ദൈവത്തിന് അറിയാം. ആമേ. പണിയാനും അറിയാം, ഉടയ്ക്കാനും അറിയാം. അരി പൊടിക്കാനും അറിയാം, പുട്ടവിക്കാനും അറിയാം. അരി പൊടിച്ചാലേ പുട്ടും അവിക്കും, പത്തിരി ഉണ്ടാക്കും, അപ്പവും ഉണ്ടാക്കും, ഇടിയപ്പവും ഉണ്ടാക്കും. പക്ഷെ അരി പൊടിക്കാൻ പല പലഹാരമാക്കി മാറ്റാൻ ദൈവത്തിന് അറിയാം. നീ പല ഒന്നല്ല, ഒരുപാട് വെറൈറ്റി പലഹാരമായിട്ട് മാറും. ആ ദൈവത്തിന് അറിയാം. അപ്പോ യോനയുടെ പേര് വന്നു. ആരെ പേര് വീഴുന്നു? യോനയ്ക്കൊരു ചീട്ട് വീണു എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. യോനയ്ക്ക് വീണു. അവർ അവനോട് ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലേത്? നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അതിന് അവൻ അവരോട് ഞാൻ ഒരു എബ്രായൻ. നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? അപ്പോ എവിടെ നിന്ന് നീ വരുന്നു എന്നത് ദൈവത്തിനറിയാം, പക്ഷെ മനുഷ്യർക്കറിയൂട. നീ എവിടെ നിന്ന് വരുന്നത് ദൈവത്തിനറിയാം. നിന്റെ പേര് എടുത്തിടണമെങ്കിൽ ദൈവം എടുത്തിട്ടത്. എല്ലാവരുടെ കൂട്ടത്തിലും 10,000 കണക്കിന് യാത്ര ചെയ്ത കൂട്ടത്തിൽ നിന്റെ പേര് മാത്രം വരണമെങ്കിൽ ചിലർ ചോദിക്കും, ഇന്നാൾ ഇങ്ങനെയൊക്കെ പോയില്ലേ, അന്നാൾ അങ്ങനെയൊക്കെ പോയില്ലേ, ഇങ്ങനെയൊക്കെ. നീ മറ്റുള്ളവരെ അങ്ങോട്ടും പിടിക്കണ്ട. നിന്റെ പേര് നോക്കിയാൽ മതി. ഞാൻ മറ്റുള്ളവരെ കൂട്ടുപിടിക്കണ്ട, ഞാൻ എന്നെ തന്നെ നോക്കിയാൽ മതി. അല്ലേ? ഇവിടെ പറഞ്ഞു, ആദാം പറഞ്ഞു. കാരണം പാപം ചെയ്തപ്പോൾ ചോദിച്ചു, നീ തന്ന ദാസി അവൾ എനിക്ക് തന്നു, ഞാനും തിന്നു. അവക്കും പാവം ഇരിക്കട്ടെ, എനിക്കും ഇരിക്കട്ടെ. പരസ്പര കുറ്റം ചുമത്താൻ തുടങ്ങി. ആദാമിനോട് ദൈവം ചോദിച്ചു, ആദാമേ ആദാം എന്ന് വെയിലേറെ സമയത്ത് എവിടെ നിന്ന് ചോദിച്ചപ്പോ പാവം ചെയ്തു ദൈവത്തിന് ഓടി ഒളിക്കുക. അപ്പോഴാ നീ തന്ന ദാസി നീ എനിക്ക് തന്നു, ആ വിലക്കപ്പെട്ട കനി എനിക്ക് തന്നു, ഞാനും തന്നു. പരസ്പരം അങ്ങോട്ട് ഒരു മാനസാന്തരം വന്നില്ല. പക്ഷെ ദൈവം അവിടെ യോനയുടെ പേരെടുത്തിടണമെങ്കിൽ അത് മറ്റൊരു വ്യക്തിയിൽ എഴുതിയിട്ടത് ഒരു ഞറുക്കിടുമ്പോൾ ഒരു ലോട്ടറി അടിക്കണമെങ്കിൽ സ്വർഗം തീരുമാനിക്കണം. ഒരു ലോട്ടറി വരണമെങ്കിൽ, നിന്റെ പേരനകത്ത് വരണമെങ്കിൽ, ഒരു ലോട്ടറി ആയിട്ട് മാറണമെങ്കിൽ. നിങ്ങൾ വിചാരിക്കും കേരള സംസ്ഥാനത്തിൻ്റെ ലോട്ടറി അല്ല, സ്വർഗത്തിൻ്റെ ലോട്ടറി അടിക്കണം. അല്ല, ഇത് കേട്ടും കൊണ്ട് ചില വ്യക്തികൾ നേരെ ലോട്ടറി എടുപ്പായിരുന്നു. അല്ലേലും ആ ലോട്ടറിയിലല്ല, സ്വർഗത്തിൻ്റെ ലോട്ടറി അടിക്കണം. നിന്റെ പേര് നിന്റെ പേര് ഇവിടെ തുണ്ടിട്ട് എഴുതുന്നതിന് ഉപരിയായിട്ട് പറ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. ഇവിടെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലും പേരെഴുതി പ്രാർത്ഥിര്. കർത്താവേ, ഈ തുണ്ടെഴുതുമ്പോ എൻ്റെ പേര് സ്വർഗത്തിൽ വേണം. ഇവിടെ തുണ്ട് സ്വർഗം വേർതിരിക്കുന്ന നിമിഷമുണ്ട്. രാവും പകലും ഇരുട്ടും വെളിച്ചമായി വേർതിരിച്ചതുപോലെ ദൈവമക്കളെ വേർതിരിക്കുന്ന ദിവസമുണ്ട്. ശരി, അശുദ്ധനെ വിശുദ്ധനെ വേർതിരിക്കുന്നത് പോലെ ആര് മുഖാന്തരം ഈ എർണക്കേടി കഷ്ടത വന്നു എന്ന് പറയുമ്പോ ഇന്ന് പറയാണ്, ഇതാര് മുഖാന്തരം യോന മുഖാന്തരം എന്ന് പറയുമ്പോ സ്വർഗം പറയാ അവനെ മാറ്റി നിർത്തുകയാണ്. അത്യന്തം ഭയപ്പെട്ടു. വായിച്ചു.
അതിന് നീ ഏത് ജാതിക്കാരെന്ന് ചോദിച്ചു. അതിനവൻ അവരോട് ഞാൻ ഒരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ ഞാൻ യഹോവയെ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കോണം, ആദ്യത്തെ സെന്റൻസ്. നീ എവിടെന്നാ വരുന്നേ? കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയമായ ദൈവം യഹോവയെ ഭജിച്ചു വരുന്നു. ചില ചോദിക്കും, എവിടെന്നാ? മുറിഞ്ഞവാല സഭയില് പാസ്റ്റർ വന്നിട്ടില്ലേ? ഇപ്പൊ വേറെ താൽക്കാലിക പാസ്റ്ററെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കും സിസ്റ്ററെ, നിങ്ങൾ ഏത് സഭയിലാ? മുറിഞ്ഞപാല സഭയില അല്ലേ? മുറിഞ്ഞപാല പാസ്റ്റർ വന്നിട്ടുണ്ടോ? അപ്പോൾ തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടാൻ പാസ്റ്റർ ഒപ്പിച്ചു വെച്ചു. നേരത്തെ അഡ്രസ് ഇല്ലാതെ പോവരുത്. നിനക്കൊരു സഭയുണ്ടെങ്കിൽ നിനക്കൊരു പാസ്റ്റർ ഉണ്ട്, നിനക്കൊരു പാസ്റ്റർ ഉണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടി കാര്യം നടന്ന് ഗോവിന്ദാന്ന് പോകുന്നതല്ല നിന്റെ ദൈവമക്കൾ. അഡ്രസ് ഉണ്ട്. കാര്യം എന്താണ്? നിന്റെ ദൈവം വലിയവനാണ്. സകലത്തെയും കരയെയും കടലെ ഉണ്ടാക്കിയ ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. അടുത്ത് പറയാ, പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട്. ഇത് പറഞ്ഞപ്പോൾ ഒരു എബ്രായൻ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എബ്രായൻ ദൈവത്തെ അറിഞ്ഞവൻ. എബ്രായൻ എന്ന് പറഞ്ഞ ദൈവത്തെ അറിഞ്ഞവനാ. അറിഞ്ഞിട്ട് ഓടിയത്. ദൈവത്തെ അറിഞ്ഞവനാണ് എബ്രായൻ. ഈ എബ്രായനാണ് ഇന്നിവിടെ നിറയെ ഓടിയത്. ഇത് കേട്ടപ്പോൾ മറ്റുള്ളവർ കപ്പൽ പ്രമാണി ഭയപ്പെട്ടു. ദൈവത്തെ നീ ഭയപ്പെടണം. നീ നാട്ടുകാരെ ആരെയും ഭയപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ ഭയപ്പെടണം. ഭയപ്പെടേണ്ടത് നീ ഭയപ്പെടണം. അപ്പനെ ഭയപ്പെട്ടേ പറ്റൂ. അല്ലെങ്കിൽ മനുഷ്യനെക്കാട്ടിലും ഇന്നെല്ലാവർക്കും മനുഷ്യനെയാണ് പേടി. ദൈവത്തെ ഭയപ്പെടണം. എബ്രായൻ നീ ഭജിച്ചു വരുന്ന ദൈവത്തെ കേട്ടപ്പോൾ അറിയാം, അവർക്ക് വിശ്വാസമില്ല എങ്കിലും ഈ ദൈവം അതിശക്തനാണെന്ന് അറിയാം. ഹല്ലേലൂയ. അവരതിട്ട് ഭയപ്പെട്ടു. അവനോട് നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. നീ എന്തിന് ചെയ്തു എന്ന് ചോദിച്ചു. അവൻ അവരോട് അറിയിച്ചത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. ഓടിപ്പോകുന്നത് പറഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം നോക്കിക്കോളണം. നീ എന്തിന് ഇത് ചെയ്തു? ഇത് പറയുന്ന ദൈവത്തിന്റെ സന്നിധി എന്തിന് നീ ഓടിപ്പോന്നു? ഇത് കേട്ടപ്പോ സമുദ്രം അതിന്റെ മേൽ, സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചു കൊണ്ടിരുന്നു. ഇവിടെ സംസാരവും ചർച്ച നടക്കുന്നേ ഉള്ളൂ. അകത്ത് ചർച്ചയാണ് നടക്കുന്നത്, പക്ഷെ പുറത്ത് പ്രതികൂലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ചർച്ച നടക്കുമ്പോൾ പുറത്ത് പ്രതികൂലം എന്താണ്? വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും വർദ്ധിക്കുന്നു. അധികം കടൽ അത്രത്തോളം കോപിച്ചുകൊണ്ടിരിക്കുന്നു. അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട് സമുദ്രം അടങ്ങാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾ എന്ത് നിന്നോട് ചെയ്യണമെന്ന് ചോദിച്ചു. അവൻ അവരോട് ഈ സമുദ്രം അടങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിന്റെ പേരിനാണ് ചീട്ട് വീഴുന്നത്. യേശുവാസ് പറ, നിന്റെ പേരിനാണ് ചീട്ട് വീഴുന്നത്. ഇനി എന്ത് ചെയ്യണം? യേശുവാസർ പറ, പറ, നീ എന്ത് ചെയ്യണം? നിങ്ങളെ പേരിനാണ് ചീട്ട് വീഴുന്നത്. ഞങ്ങളിനി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? യേശുവാസർ എന്ത് ചെയ്യണം? യോഹനെ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞത് യോന? എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുവിൻ. അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു. ഈ കോൾ തട്ടി നോക്കിക്കോളണം. യോന എന്റെ പേരാണ് ചീട്ട് വിടുന്നത്. അതുകൊണ്ടൊരു കാര്യമുണ്ട്. എനിക്കറിയാം, ദൈവത്തെ പറ്റിച്ചിട്ടാണ് ഞാൻ വന്നത്. ദൈവത്തെ പറ്റിച്ചു, അനുസരിച്ചില്ല. അനുസരിക്കുന്നത് പറ്റിപ്പാണ്. ദൈവത്തെ പറ്റിച്ചു, ഞാൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ പേര് ചീട്ട് വീഴുന്നു. നിങ്ങളിനി ഒന്നും ആരും പക്ഷെ ഞാൻ മുഖാന്തരം നശിച്ചു പോകണ്ട. നിങ്ങൾ ആരും നശിക്കരുത്. ഇപ്പം കുറേ നശിച്ച്
ഒരാൾ മുഖാന്തരം നശിച്ചില്ലേ? സാധനങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടില്ലേ? ചരക്കുകളെല്ലാം വെള്ളത്തിൽ പോയോ? അമ്മ തന്നിട്ട ഞം അല്ലേ? പാപ്പം, അപ്പയ്ക്ക് പാപ്പം തന്നിട്ട് അതെല്ലാം വെള്ളത്തിയിട്ട്. ഇപ്പൊ അപ്പി വിശക്കുമ്പോ പാപ്പം തിന്നുവോ? അപ്പയ്ക്ക് തിന്നാൻ പാപ്പവും വെള്ളത്തിൽ പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. എത്ര ദിവസത്തെ പാപ്പം പോയി മക്കളെ? അപ്പോൾ പാപ്പം പയ്യവൻ പറയും, നിന്നെ കയ്യിൽ എനിക്ക് കിട്ടുമായിരുന്നു. പച്ചടിക്ക് വെള്ളരിക്ക ഉടയ്ക്കും പോലെ ഉടയ്ക്കുമായിരുന്നു. എൻ്റെ അമ്മ തന്നു വിട്ട പാപ്പമാണ് പോയി ഒരുത്തൻ മുഖാന്തരം. പാപ്പം പോയി, അപ്പീരെ പാപ്പം പോയി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കരഞ്ഞോണ്ട് ഒരുപാട് കരഞ്ഞോണ്ടിരിക്കുക. എല്ലായിടത്തും വെള്ളത്തിൽ ഇട്ടപ്പോഴാണ് പേരിട്ട്. ആദ്യമേ ഇട്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്ന സാധനങ്ങളെടുത്ത് എറിയും മുമ്പേ പേരിട്ടിരുന്നെങ്കിൽ ഈ സാധനം നഷ്ടപ്പെടൂലായിരുന്നു. സാധനം നഷ്ടപ്പെട്ട വേദന നഷ്ടപ്പെട്ടവർക്ക് അറിയാവൂ. ഒരാൾ മുഖാന്തരം, ഒരു വ്യക്തി മുഖാന്തരം നമ്മുടെ ഭൗതികമായ നന്മകൾ നഷ്ടപ്പെട്ടു. ആത്മീയത നഷ്ടപ്പെട്ടില്ല, ഭൗതികം നഷ്ടപ്പെട്ടു. നിങ്ങൾ അനുഗ്രഹം നഷ്ടപ്പെട്ടു, നന്മ നഷ്ടപ്പെട്ടു. ഒരു വ്യക്തി മുഖാന്തരം. ഇപ്പോൾ അടുത്ത് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ചരക്കുകൾ എടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പകരം യോന പറയുന്നു, ഞാൻ നിങ്ങളുടെ ചരക്കായിട്ട് മാറുന്നുണ്ട്. ആമേ, ഹല്ലേലൂയ. വിഷമിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ആമേ, നിങ്ങൾ ആരും നശിക്കണ്ട. മാനസാന്തരം എന്ന് പറഞ്ഞതാണ്. ദൈവം എവിടെ വെച്ചാ പിടിച്ചത്? കള്ളന്റെ നടുവിൽ വെച്ച്. കള്ളന്റെ നടുവിൽ വെച്ച് ഒരു അനുസരിക്കാൻ വേണ്ടി യോനെ കപ്പലിൽ കയറ്റി, കപ്പലിന് അടുക്കേറ്റുകൾ ഉറക്കിയിട്ട് സമുദ്രം കോപിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവപ്രവൃത്തിയാണ്. അതിനകത്ത് വെച്ച് ചീട്ടിട്ട് പേരെടുക്കണമെങ്കിൽ അതും ദൈവപ്രവൃത്തിയാണ്. ഇതാ, നിങ്ങൾ എൻ്റെ വേറെ ഒന്നും ചെയ്യണ്ട. വേറെ എവിടെയൊന്ന് എടുത്തെറിയാൻ, പാർക്കിലോ അല്ല ബീച്ചിലോ അല്ല മ്യൂസിയത്തോ എടുത്തെറിയാനല്ല പറഞ്ഞത്. അല്ല ലേഡീസ് ഹോസ്റ്റൽ എടുത്തെറിയാൻ പറഞ്ഞില്ല. എനിക്ക് എത്ര സുഖമെന്ന് പറഞ്ഞു. ബീച്ചിലെടുത്തെറിയാൻ പറഞ്ഞോ? ലേഡീസ് ഹോസ്റ്റൽ എടുത്തെറിയാൻ പറഞ്ഞോ? വല്ല ഐസ്ക്രീം പാർലർ എടുത്തെറിയാൻ പറഞ്ഞോ? ഒന്നുമല്ല, എന്നെ കൊന്നുകളാ. വെള്ളത്തിലെടുത്തെറിയാൻ പറഞ്ഞാൽ കൊല്ലാനല്ലേ? അല്ല വെള്ളത്തിലിറങ്ങി ചുമ്മാ വീട് വെച്ച് താമസിക്കാനാണോ? അതും കടലിനകത്ത്. മനസ്സിലാവുന്നുണ്ടോ? യോന പറയും, എന്നെ അടുത്ത് വെള്ളത്തിലിട്. അനുസരിച്ചില്ല എങ്കിൽ സ്വയം പറയുന്നു, ഞാൻ അതിന് യോഗ്യനാണ്. ഞാൻ യോഗ്യൻ. എന്താണ്? മരണത്തിന് സമ്മതിച്ചു കൊടുക്കുന്ന അനുഭവം. യോന പറയും, വെള്ളത്തിലേക്ക് ഇട്ടുകളെ. അത് പറഞ്ഞാൽ ഉടനെ വായിച്ചോ. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിനും മുറുകെ തണ്ടു വലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു. മാക്സിമം കപ്പിത്താൻ തണ്ടു വലിച്ചു. അവർ മാക്സിമം ശ്രമിച്ചു. കോൾ പെരുകി വന്നതുകൊണ്ട്, കോൾ അത്യന്തം ഓരോ സെക്കൻഡിലും സമുദ്രം അധികം കോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു. അയ്യോ യഹോവേ, ഈ മനുഷ്യൻ മനുഷ്യന്റെ ജീവൻ നിമിത്തം, ഈ മനുഷ്യൻ നിമിത്തം മനുഷ്യരുടെ ജീവൻ ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയരുത്. കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ നിനക്ക് ഇഷ്ടം ആയതുപോലെ നീ ചെയ്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. നോക്കിക്കോളണം, ഇവിടെ മനുഷ്യർ യഹോവയുടെ എല്ലാവരും ദൈവത്തിൽ നിലവിളിച്ചത്. അവർ യഹോവയുടെ നിലവിളിച്ച്, അയ്യോ യഹോവേ, ഈ മനുഷ്യൻ ആര്? യോന മുഖാന്തരം. ഈ മനുഷ്യൻ മുഖാന്തരം ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുത്. നിർദോഷ രക്തം ചൊരിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുത്. യഹോവേ, നിനക്ക് ഇഷ്ടം ആയതുപോലെ നീ ചെയ്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവർ യോനെ എടുത്തു സമുദ്രത്തിലിട്ട്. എല്ലാവരും കൂടെ യോനെ എടുക്കാൻ വരെയാണ്. ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു,
ഒരുത്തൻ മുഖാന്തരം സകലരും നശിക്കാൻ പോകുന്നു. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലതിനെ വെള്ളത്തിടാൻ പറ്റും. ആമേ, എല്ലാവരും ഒരുമിച്ച് നിന്ന സഭ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, ദൈവസഭ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, ആമേ, ദൈവമക്കളെ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ ചിലതിനെ വെള്ളത്തിടാൻ പറ്റും. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനെ, അനുസരിക്കാത്തതിനെ, ദൈവഹിതമില്ലാത്തതിനെ നമുക്ക് വെള്ളത്തിടാൻ പറ്റും. ഒരുവൻ മുഖാന്തരം ഒരു സഭ നശിക്കരുത്, ഒരു കപ്പൽ നശിക്കരുത്, ഒരു വ്യക്തി മുഖാന്തരം രാജ്യം നശിക്കരുത്. ഒരു തീപ്പെട്ടിക്കൊള്ളി മതി ഒരു വനം മൊത്തം നശിക്കുവാൻ, അല്ലേ? നിസാരം ഒരു തീപ്പെട്ടിക്കൊള്ളി മതി, അല്ലേ? എത്രയോ ദേശം തകരുവാൻ. അപ്പോൾ അത് വരാതിരിക്കുവാൻ എല്ലാവരും കൂടി അവനെടുത്തു. എവിടെ എടുത്തിട്ടു? സമുദ്രത്തിലിട്ടു. സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. കണ്ട, അതുവരെയും സമുദ്രം കലിതുള്ളി നിന്ന സമുദ്രം യോന വെള്ളത്തിൽ വീണപ്പോൾ സമുദ്രം അടങ്ങി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് അറിഞ്ഞൂടെ? എന്നെക്കുറിച്ച് അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ? നിന്റെ വിഷമം അറിഞ്ഞൂടെ? നിന്റെ വേദന അറിഞ്ഞൂടെ? നിന്റെ കഷ്ടത അറിഞ്ഞൂടെ? ദൈവത്തിൻ്റെ മുമ്പിൽ കുണ്ടായ്പ് കാണിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ കുണ്ടായ്പ് കാണിക്കരുത്. 8ന്റെ പണിയും 10ന്റെ പണിയൊന്നുമല്ല, തീർത്ത് കളയും. എനിക്ക് അത് പറയാനേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ മുമ്പിൽ തീർത്ത് കളയും. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തീർത്ത് കളഞ്ഞു. യോന ഇപ്പം എവിടെയാ? കപ്പലിൽ കിടന്ന്, കപ്പലിൻ്റെ അടിത്തട്ട് കിടന്ന് ഉറങ്ങിയവ ഇപ്പം എവിടെയാ? സമുദ്രത്തിൻ്റെ അടിയിലോട്ട് പോവുകയാണ്. ശബന രഗന ദീന, സമുദ്രത്തിൻ്റെ അടിയിലോട്ട് യോന ഇറങ്ങി വരികയാണ്. ഒരുത്തൻ ഇറങ്ങി വരുന്നുണ്ട്. ഇത് സമുദ്രം എന്ന് സങ്കല്പിച്ചോളണം. യോന ഉയരെടുത്തിട്ടു. ഇത് വെള്ളമാണെന്ന് സങ്കല്പിച്ചോ. ഇതെല്ലാം വെള്ളമാണ്. നിങ്ങളിപ്പോൾ ഇവിടെ വെള്ളത്തിനടിയിലില്ല, നിങ്ങൾ മീനുകളാണ് ഇപ്പോഴല്ല. നിങ്ങളൊക്കെ വരാല്, ഇതിനകത്ത് നൊത്തോലിയുണ്ട്, ചൂര ഇരിപ്പുണ്ട്, മത്തി 5-6 കിടന്ന് കറങ്ങുന്നുണ്ട്, പിന്നെ ചുണ്ടൻ മുരളും ഇടയ്ക്കിടയ്ക്കുണ്ട്, നെമ്മീനും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനുകളെല്ലാം അതിനകത്തുണ്ട്. നമ്മളൊക്കെ ആരാ? മീനുകളാണ്. നമ്മളിപ്പോൾ കടലിനടുത്തിട്ടിരിക്കുക മീനുകളാണ്, അല്ലേ? ഇപ്പം നമ്മൾ മീനുകളായിരിക്കുന്ന സങ്കല്പിച്ചോ. ഇപ്പം കടത്തട്ടിരിക്കുക. ഈ അടുത്തിട്ടിരിക്കുമ്പോൾ വായിച്ചോ, വചനത്തിലൂടെ കൊണ്ടുവന്നാലേ കാര്യം പിടി കിട്ടുള്ളൂ. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. അപ്പോൾ ഇത് എടുത്തിട്ടപ്പോൾ അത്യന്തം യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ചു നേർച്ചകളും. നോക്കിയുള്ള ഭയപ്പെട്ടിട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ചും നേർച്ചകളും നേർന്നും. നോക്കിക്കൊള്ളണം, നേർച്ച നേർന്നേം കൊള്ളാം. ഇതെല്ലാം നിവർത്തിച്ചോളണം. ഇവിടെ വന്നൊരു കാര്യം നേടാൻ വേണ്ടി ഒരു നേർച്ച, എന്തെങ്കിലും നേർച്ച നേർന്ന ചെയ്തോളണം. ഒരു വിടുതല കിട്ടിയിട്ട് മറന്നു പോവരുത്. ചില നേർച്ചകൾ ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആമേ, ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും ചെയ്തിട്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്ത് രസീത് വാങ്ങിക്കൊള്ളുക. എത്രയും പെട്ടെന്ന് ചെയ്ത് രസീത് കൈപ്പറ്റുക. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഇവിടെ അങ്ങനെ സംഭവം കിടക്കുകയാണ് കേട്ടോ. നേർച്ച എന്നൊരു ദൈവത്തെ ഭയപ്പെട്ടിട്ട് അവർ യാഗം കഴിച്ചു, ആരാധന കഴിച്ചു, പ്രാർത്ഥന കഴിച്ചു. എന്നിട്ട് നേർച്ച, ദൈവമേ എന്നെ നീ വിടിവിക്കണം, എനിക്ക് ലാഭത്തില്ല, എൻ്റെ കുടുംബത്തിൽ ചെല്ലണം, ഞാൻ അടുത്ത ആഴ്ചത്തെ ഫുഡ് എൻ്റെ കണക്കാണ്, അല്ലെങ്കിൽ അടുത്ത എന്താണ് 1500 പേർക്ക് RC ഫുഡ് കൊടുക്കണം ഞാനാണ്. പല നേർച്ചകളുണ്ടല്ലോ. നേർച്ചകൾ നേരണയൊക്കെ കൊള്ളാം, ചെയ്തോളണം. നേരാൻ പറ്റാത്ത നേർച്ചകളൊന്നും നേർച്ചകൾ ദൈവസന്നിധിയിൽ നേർന്നിട്ട് പോവരുത്. ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നേരാവൂ. നിസാരമായി കാണരുത്. അല്ലെങ്കിൽ വിടുതലെടുക്കുമ്പോൾ കൊള്ളാം, എല്ലാ അനുഗ്രഹങ്ങളും കൊള്ളാം. ഇങ്ങനെ സംഭവം ഇതിനകത്തൊന്നും ഉണ്ടായിരുന്നു. നേർച്ചകളും ആരാധനകളും അവർ നേർന്നു. ആമേ, അടുത്തു നേർച്ച നേർന്നിട്ട് യോനെ നോക്കിക്കൊള്ളാം, യോനെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാത്സല്പ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. ആ മഹാമത്സ്യത്തെ കൽപ്പിച്ചിരുന്നു. അങ്ങനെ യോന 3 രാവും നോക്കിക്കോളാം 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. ഞാൻ വിശദീകരിക്കാം, ഇനി വിശദീകരിക്കാം, ശ്രദ്ധിച്ചു കേക്ക്. ഹല്ലേലൂയ. യോന ഇവൻ എവിടെയാണ് പോകാൻ പറഞ്ഞത്? നിനവേൽ പോകാൻ പറഞ്ഞു. ഇവൻ പോവൂലെന്ന് ദൈവത്തിന് അറിയാം.
ടിക്കറ്റ് എടുത്തു കൊടുത്ത ആരാണ്? ദൈവം. ടിക്കറ്റ് എടുത്ത പൈസ ആരും കൊടുത്ത്? എൻ്റെ കഴിവ് ഞാൻ അധ്വാനിച്ചത് കൊണ്ട് തന്നെ. ഇവിടെ എഴിക്കാൻ വയ്യാതെ കടന്നിരുന്നെങ്കിൽ 10 പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ചിലരും മിടുക്കൊണ്ട് എൻ്റെ കഴിവ് എൻ്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെന്ന്. അതൊക്കെ തോന്നലാണ്. എടാ, യോനയ്ക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത ആരാണ്? ദൈവം. നിനക്ക് ടിക്കറ്റ് അടിച്ചത് ആരാണ്? ദൈവം. കപ്പലിൽ കയറ്റിയ ആരാണ്? ദൈവം. അടിത്തട്ടിൽ കൊണ്ടുപോയി ആരാണ്? ദൈവം. ഉറക്കിയ ആരാണ്? ഒരു സഹോദരി പറഞ്ഞു, ബ്രദറെ 4 മാസം കൊണ്ട് ഉറക്കമില്ല, 6 മാസം കൊണ്ട് ഉറക്കമില്ലാന്ന്. പ്രിയനോ ഉറക്കം തരുന്നു. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുന്നവർക്കായി സ്തോത്രം. ഉറക്കം ഇല്ലാതെ എത്രയോ ഒരു BP-യും ഷുഗറും പ്രശ്നമായ രോഗികളായി തീരുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഇഷ്ടത്തിന് ഉറങ്ങാം. ചിലർ എത്ര മാസം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടെന്നറിയാമോ? പ്രാർത്ഥനാ വിഷയങ്ങൾ വരാറുണ്ട്. 6 മാസം 8 വർഷങ്ങളോളം ഉറങ്ങാത്തവരുണ്ട്. നമ്മൾ കൃത്യമായി ഉറങ്ങുന്നുണ്ട്, കൃത്യമായി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പൻ്റെ കൃപ, ദൈവത്തിന് മഹത്വം കൊടുത്തോളണം. അല്ലേ? ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് യോനെ നല്ലപോലെ ഉറക്കി. അല്ലേ? പ്രശ്നങ്ങളെ 4 ചുറ്റും അടിച്ചപ്പോൾ സമുദ്രത്തെ പറഞ്ഞുണ്ടാക്കി. സമുദ്രം ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് സമുദ്രം പ്രതികരിച്ചു. അവസാനം ചീട്ടിട്ടതാരാ? ദൈവം. പേരെഴുതി ആരാ? ദൈവം. വെള്ളത്തിലിടാൻ പറഞ്ഞതാരാ? ദൈവം. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ വീഴുന്നുമ്പേ ദൈവം നേരത്തെ നിനക്ക് ടിക്കറ്റ് എടുത്ത് തരുന്നുമ്പേ ദൈവം ഒരു മഹാമത്സ്യത്തെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് ടിക്കറ്റ് എടുത്ത് തരുന്നുമ്പേ ഇതാ എനിക്ക് വേണ്ടി ഒരു ദൈവ പൈതൽ വരുന്നുണ്ട്. നിന്നെക്കുറിച്ച് പദ്ധതിയും പ്ലാനും ഉണ്ടെങ്കിൽ, എന്നെക്കുറിച്ച് പദ്ധതിയും പ്ലാനും ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം നേരത്തെ ഒരുങ്ങിയിരിക്കും. ദൈവത്തിന് ഒരുക്കമുണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കും എങ്ങനെ ജീവിക്കും, കുറേ കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ജീവിക്കും, പൈസയൊക്കെ ആയില്ലേ, ഇനി എങ്ങനെ ഓടാൻ പറ്റും? ഇല്ല, എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് നിൻ്റെയും എന്നെ കുറിച്ച്. നമ്മൾ എങ്ങനെ തിന്നും, എങ്ങനെ നാളെ എങ്ങനെ മുന്നോട്ട് പോകും, എനിക്ക് ആര് തരും? നമ്മൾ പ്രതീക്ഷിക്കുന്നവരല്ല ദൈവമക്കളെ പോറ്റുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നടന്നൊരത്ഭുതം, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയ ഒരു സാക്ഷി ഞാൻ പറയാം. അവിടെ പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല. കഴിഞ്ഞ നമ്മൾ ജനുവരിയിൽ 1000 പേർക്ക് RCCയിൽ ഫുഡ് കൊടുത്തു. ദൈവമക്കളെ, നമ്മൾ കൊടുക്കുക. എന്നെ ദൈവം കൊടുക്കാനാണ് വിളിച്ചിരിക്കുന്നത്. കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്ന മുമ്പേ ഇങ്ങോട്ട് വാങ്ങുക. ഞാൻ യേശുവിനെ അറിയുന്ന മുമ്പേ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അല്ല, നിങ്ങൾ തന്നാൽ വാങ്ങലെന്നിട്ടല്ല, സ്വാത്രക്കാഴ്ചക്കാരുടെ വാങ്ങുക, അത് വേറെ. ഹല്ലേലൂയ. പക്ഷെ കൊടുക്കുക. പക്ഷേ ആശുപത്രിക്ക് അകത്ത് നിന്നും എൻ്റെ അപ്പൻ സമയത്ത് 2 മണി 2:30 മണിയായി. രാവിലെ 5 മണിക്ക് ആശുപത്രി കയറിയതാ. അപ്പം ചെന്ന് നേഴ്സിൻ്റെ പറയുകയാണ്. അപ്പം ഒരു ബ്ലഡ് എടുക്കുന്ന സമയത്ത് ചോദിച്ചു, അപ്പച്ച വല്ലതും കഴിച്ചോ? അപ്പച്ച ഞാൻ മാറിയിരിക്കുകയാണ്. എൻ്റെ ചേട്ടൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പറയാണ്, ഞാൻ ഒന്നും കഴിച്ചില്ല. സിസ്റ്ററിൻ്റെ കണ്ണ് നിറഞ്ഞു. ഓടിച്ചെന്ന് 3 കൂപ്പൺ എടുത്തുകൊണ്ട് വരുന്നു. എനിക്കറിയില്ല എന്ത് സംഭവിക്കണമെന്ന്. ചേട്ടൻ ഓടിക്കണം. ഞാൻ ഓടിച്ചെന്ന് 1 കൂപ്പൺ കൊടുത്തു. ചോറ് വാങ്ങി നോക്കിയപ്പോൾ അടിപൊളി ഊണ്, വീട്ടിനെക്കാട്ടി സെറ്റപ്പ് കൊടുത്തു. ചേട്ടൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ കാപ്പ് പിടിച്ച ആളാണ്. ഇവിടെ നിന്ന് പോയതാ. അവർ 5 മണിക്ക് കയറിയതാ. ചേട്ടനെ അങ്ങ് ഇരുത്തി 2 കൂപ്പണും തിന്നു. 3ാമത്തെ കൂപ്പൺ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നു, ഇതാർക്ക്? എനിക്കിവിടെ അടുത്തൊന്ന് കഴിക്കാം. 3ാമത്തെ കൂപ്പൺ 2 മണിയായി. വിശപ്പിൻ്റെ സമയം കഴിഞ്ഞു. അല്ലേ? രാവിലെ കാപ്പ് പിടിച്ചതാണ്. 10 മണി തൊട്ട് 1 മണി 1:30 മണി വരെ ആശുപത്രി വെളിയിൽ കുത്തിയിരിക്കണം. എന്നെ കയറ്റി വിടുന്നില്ല. ഞാൻ അവിടെ ഇരിക്കുക. പക്ഷേ 3 കൂപ്പൺ ഞാൻ ചോദിച്ചിട്ടല്ല തന്നത്. ഞാൻ 1 കൂപ്പനും ചോദിച്ചില്ല. അതിനകത്തൊരു നേഴ്സിനോട് ദൈവം പറയുന്ന 3 കൂപ്പൺ കൊടുന്നു. ഇതൊക്കെ ആരൊക്കെ കഴിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവങ്ങൾ 2 കൂപ്പൺ എടുത്ത് ചോറ് കൊടുത്തപ്പോൾ 3ാമത്തെ കൂപ്പൺ പറഞ്ഞു, മോനെ നിനക്കാണെന്ന്. പ്ലേറ്റ് ചോറ് വന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ദൈവം നടത്തുന്ന വിധങ്ങൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ആ ഫീലിംഗ് എല്ലാവരും നോക്കിക്കൊണ്ടും എൻ്റെ കണ്ണ് നേരെ കണ്ണ് നിറഞ്ഞു. കർത്താവേ, നീ എന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ ദൈവം മറ്റൊരു ഇതിൽ കരുതുന്നത്. എൻ്റെ സഹോദരങ്ങളോ കൂടപ്പുറപ്പോ ഡോക്ടർമാർ ആരും ബന്ധുക്കളല്ല. എൻ്റെ കൂടപ്പുറം ആരും ബന്ധുക്കളല്ല. ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, നമ്മൾ മറ്റു നന്മ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പോറ്റൽ ചിലക്ക് നിസ്സാരം അനുഭവിച്ച ദൈവ സാന്നിധ്യമാ.
ഈ ചോറ് ഞാൻ വാരിയ സമയത്ത് എൻ്റെ കണ്ണ് ധാര നിറഞ്ഞു. കണ്ണുനീര് അറ്ററ്റ് വരികയാ. ഞാൻ ഒരു നിമിഷം സ്തോത്രം പറഞ്ഞു, കർത്താവേ നീ ഇത് തന്നതിൽ ഇത്രത്തോളം നീ എനിക്ക് കെയർ ചെയ്ത്, ചോദിക്കാതെ എനിക്ക് കെയർ ചെയ്തേനായി. മൂന്നാമത്തെ കൂപ്പൺ കൊടുക്കാൻ ആരുമില്ല. ഒരു ഡ്രൈവറുണ്ട്, ഡ്രൈവറുടെ ഇല്ല, ഏതോ പഞ്ചായത്ത് ഇടക്കണമെന്ന്. സഹോദരൻ്റെ ഡ്രൈവറുണ്ട്, ഏതോ പഞ്ചായത്ത് കയറ്റിവിടത്തില്ല. പക്ഷെ എൻ്റെ ദൈവം അടുത്ത് തന്നത് 3 പേർക്കാ. എൻ്റെ അപ്പം പറഞ്ഞത് വിശക്കണമെന്നാ, കൊടുത്തത് 3 കൂപ്പണാ. പക്ഷെ അത് ഞാനും ചോദിച്ച മാറിയുന്നവനും ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരത്തെ നമുക്കും നിനക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്. ദൈവം കരുതും, ദൈവം നമ്മളെ കരുതും. ആ അവസ്ഥയിലേക്ക് എത്തിച്ചെല്ലുമ്പോഴേ അറിയാൻ പറ്റൂ. കയ്യിൽ എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് വെച്ചുകൊണ്ടിരിക്കാനേ പറ്റൂ. എത്ര പണമുണ്ട്, കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. കൊറോണ സമയത്ത് എല്ലാവർക്കും ലക്ഷങ്ങളും കോടികളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റൂല. ഇറങ്ങുമെങ്കിൽ നീ ജയിലിനകത്ത് പോവും. നിന്റെ പണം എല്ലാം അവിടെ വെച്ചുകൊണ്ടിരിക്കാനേ പറ്റൂ. ഏലിയാവിനെ പോറ്റിയ ദൈവം, ഏലിയാവിനെ കാക്കയിലൂടെ പോറ്റിയ ദൈവം, അവൻ സർവശക്തനാണ്. ആമേ. ഏലിയാവേ, നിനക്ക് വിശക്കുമ്പോ ഒരു കാക്കയെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര പണം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ പണം 10 വരുമ്പോൾ നമ്മൾ ആള് മാറി പോവരുത്, അല്ലേ? 10 പണം കയ്യിൽ വരുമ്പോൾ നീ യോനായി മറ്റൊരു വ്യക്തിയായി മാറരുത്. നിങ്ങൾ തന്നെ ആയിരിക്കണം. നീ ദൈവ പൈതൽ തന്നെ ആയിരിക്കണം. എത്ര ഉയർച്ച വന്നാലും നീ ദൈവത്തിൻ്റെ മകളായിരിക്കണം, മകനായിരിക്കണം. ഒരിക്കലും വിട്ടുപോകരുത്. ദൈവം നമ്മളെ കരുതുന്നത്, കെയർ ചെയ്യുന്നത് എത്ര മാത്രമാണെന്ന് നിങ്ങൾക്കോ എനിക്കോ അറിഞ്ഞൂടാ. ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം, ദൈവം ഒരു മനുഷ്യനെ ഏത് രീതിയിലാണ് ദൈവം ഉപയോഗിക്കുന്നതും സംരക്ഷിക്കണമെന്നും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. കൊറോണ സമയത്തൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടും വലിയവനും ചെറിയവനും മനസ്സിലാക്കി ദൈവം ആരാണെന്ന്, അല്ലേ? പണം ഉള്ളവനും ഇല്ലാത്തവനും പാവപ്പെട്ടവനും എല്ലാവർക്കും ഒരുപോലെ വന്ന് കയറിയില്ലേ വൈറസ്? എല്ലാവർക്കും അടിച്ചു കയറ്റില്ല ഇഞ്ചക്ഷൻ. അല്ല, പണം ഉള്ളവന് 1-2 ഇഞ്ചക്ഷൻ, ഇല്ലാത്തവൻ 1, ചില 2-3 എടുത്തവരുണ്ട്. ആദ്യം നിരത്തി പിടിച്ച് കുത്തിയില്ലേ? അതിൽ നീയും ഞാനും ഉണ്ടായിരുന്നു. നിങ്ങൾ 1 എടുത്തു. ചിലരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന സംഭവങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മൾ യാത്രയൊക്കെ പോകണമുണ്ട്, നോർത്ത് ഇന്ത്യ പോകണമുണ്ട് പറഞ്ഞു കുത്തിയാൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടെങ്കിലേ വിട്ടിരുന്നു, ആരും പരിശോധിച്ചില്ല. 1 അല്ല 2 കുത്ത് കിട്ടി. ഹല്ലേലൂയ. എല്ലാവരും നേരത്തെ വീടുകളൊന്നും എടുത്തു. വലിയവനും ചെറിയവനും ഒരുപോലെ വന്നു. പ്രശ്നം വന്നപ്പോൾ ഒരുപോലെ വന്നു. അങ്ങനെ ഒരു പ്രശ്നം മിസ്രൈമിൽ വന്നു. സംഹാരദൂതൻ വരുന്നുമ്പേ ഇസ്രായേൽ ജനത്തിനെ കട്ടള ആടിനർത്തു. കത്ത കുഞ്ഞാടിന് രക്തം കൊണ്ട് കട്ടളമേലും കുറുമ്പടിമേലും യേശുവിനോ തൻ്റെ മക്കളെ ദൈവം രക്ഷിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കാറ്റും കോളും വരുമ്പോൾ ഇസ്രായേൽ ജനം തൻ്റെ മക്കളെ ദൈവം രക്ഷിക്കും. ഇവിടെ തീമഴയാണ് വരാൻ പോണത്. അടുത്ത് എന്ത് മഴ വരാൻ പോകുന്നത്? തീമഴ. ഇപ്പം കാറ്റും ഇടിയൊക്കെ നല്ല കൊള്ളാമല്ലോ, സൂപ്പറല്ലേ? തീമഴയാണ് അടുത്ത് വരാൻ പോണത്. നല്ല സുഖമായിരിക്കും. കൊട പിടിച്ച് പോകാന്നിരിക്കും, കൊടയും കത്തിക്കൊണ്ട് പോകും. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടുത്തെ ഏറ്റവും പേരിട്ട കമ്പനി കൊട പിടിക്കും. കമ്പനി കൊടയിലായിരിക്കും ആദ്യത്തെ പിടി. നല്ല സുഖമായിരിക്കും. ഞങ്ങൾ കൊട പിടിച്ചെങ്കിൽ രക്ഷപ്പെട്ടു പോകുമെന്ന്. ഇവിടെ കൊടയ്ക്ക് തീ പിടിച്ച പിന്നെ ആര് രക്ഷിക്കും? പക്ഷെ തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ തൻ്റെ രക്തത്താൽ, ഇസ്രായേൽ ജനത്തിന്റെ രക്തം കൊണ്ട് കട്ടളമേൽ കുറുമ്പടിയിൽ മുദ്രയിട്ട ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കാൻ ദൈവത്തിന് അറിയാം. തൻ്റെ മക്കളെ സൂക്ഷിക്കാൻ അറിയാം. ധൈര്യമായി നിന്നെ മുദ്രയിട്ടിട്ടുണ്ട്. കൈ പിടിച്ചവറ മുദ്രയിട്ടിട്ടുണ്ട്. കൈ പിടിച്ചവറ മുദ്രയിട്ടിട്ടുണ്ട്. നിന്നെ മുദ്രയിട്ടിട്ടുണ്ട്. പറ, നിന്നെ മുദ്രയിട്ടിട്ടുണ്ട്. നിന്നെ മുദ്രയിട്ടിട്ടുണ്ട്. എന്നെ മുദ്രയിട്ടിട്ടുണ്ട്. ദൈവം മുദ്രയിട്ട് തൊടത്തില്ല. യോനെ, നിന്നെ മുദ്രയിട്ടിട്ടുണ്ട്. യോനെ, ദൈവത്തിന്റെ എല്ലാ കരുതല. ഇതാ എല്ലാ മത്സ്യങ്ങളും കടലിനകത്തോണ്ടില്ലേ? കഴിഞ്ഞ ദിവസം ഈ മുതലക്കുഴിയിൽ ഒരാൾ പെട്ടെന്ന് മരിച്ചു. എത്രയോ മരണങ്ങൾ സംഭവിക്കുന്നു.
ഈ മുതലക്കുഴിയിൽ എത്ര ഒരു കടലിൽ പോയി തകർന്നു പോകുന്ന അനുഭവങ്ങൾ. എന്നാൽ യോനെ എന്തുകൊണ്ട് ദൈവം നേരത്തെ കെയർ ചെയ്തു? ഒരു യോന വരുമെന്നും അതിനകത്ത് വരുന്നുമ്പേ പ്രത്യേകം ഒരു മഹാ മത്സ്യത്തെ ദൈവം സെറ്റ് ചെയ്തിരുന്നു. നിന്നെ സംരക്ഷിക്കുവാൻ. നീ എനിക്കുള്ളവനാടാ, നീ എനിക്കുള്ളതാ. ആമേ, നീ എങ്ങനെ വഴുതി മാറിയാലോ, എങ്ങനെ പിടികൊടുക്കാതെ പോയാലോ, നിന്നെ സംരക്ഷിക്കുക കടലിനകത്തൊരു മത്സ്യം ഒരുങ്ങുന്നുണ്ട്. എന്താ കടലിലൊരു മത്സ്യം ഒരുങ്ങുന്നത്? കടലിലൊരു മത്സ്യം എന്തിനാ ഒരുങ്ങുന്നത്? എന്തിനാ കടലിൽ മത്സ്യത്തെ ഒരുക്കി വെച്ചത്? നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ നാവ് എനിക്ക് വേണം. ആമേ, മോശയോട് പറഞ്ഞു, നിന്റെ നാവ് എനിക്ക് വേണം. ദൈവത്തിന് വേണ്ടി നിന്റെ നാവ് കൊടുക്കണം. ദൈവത്തിന് വേണ്ടി നിന്റെ നാവ് നീ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നാവ് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് വേണ്ടി നീ ഒരുങ്ങുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. ആമേ, ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം, തയ്യാറാവണം. ഇതാ ദൈവം യോനെ എടുത്തെറിയാൻ പറഞ്ഞ സമയത്ത് ഒരു മത്സ്യത്തെ മറ്റുള്ള മത്സ്യത്തിൽ നിന്ന് സംരക്ഷിക്കുക. കടലിനകത്ത് പല ജന്തുക്കളുണ്ട് കേട്ടോ. കടൽ പുലിയുണ്ട്, കടലാനയുണ്ട്, മനുഷ്യനെ തിന്നുന്ന പല മൃഗങ്ങൾ അതിനകത്തുണ്ട്. കടലിനെ കുറിച്ച് പഠിച്ചാൽ കരയിലുള്ളത് പോലെ തന്നെ കടലിലുണ്ട്. കടലിനകത്ത് പോയ സുഖജീവിതമല്ല. ആമേ, മൃഗശാലയിൽ സിംഹക്കൂട്ടിൽ പോയി കഴിഞ്ഞാൽ സിംഹം പിടിക്കുന്നത് പോലെ പെട്ടെന്ന് പിടിച്ചെടുക്കും. എന്നാൽ പല മത്സ്യങ്ങളും ഈ ആഹാരം കിട്ടാതെ അലഞ്ഞുകൊണ്ടിടക്കുകയാണ്. പല മത്സ്യങ്ങളും ആഹാരം കിട്ടാതെ അലഞ്ഞ് തിരിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഒരുപാട് അലഞ്ഞു തിരിഞ്ഞടക്കുന്ന മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും, ദൈവം യോനെ സംരക്ഷിക്കുക. മറ്റുള്ള മത്സ്യങ്ങൾ വെട്ടിയടിക്കാതെ ശ്രദ്ധിക്കുക. മറ്റുള്ള മത്സ്യങ്ങൾ നശിപ്പിക്കാതിരിക്കുക. മറ്റുള്ള ദുഷ്ട മത്സ്യങ്ങള്, നല്ല മത്സ്യമുണ്ട്, ദുഷ്ട മത്സ്യമുണ്ട്, ഇല്ലേ? കടലിനകത്ത് ദുഷ്ടമൃഗങ്ങളുള്ളത് പോലെ തന്നെ ദുഷ്ട മത്സ്യങ്ങളുണ്ട്. ഈ ദുഷ്ട മത്സ്യങ്ങൾ നശിപ്പിക്കാതിരിക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു മഹാ മത്സ്യത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. നിന്നെ സംരക്ഷിക്കുക, നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുക. മറ്റുള്ള ജന്തുക്കളുടെ നടുവിൽ നിന്ന്, മറ്റുള്ള മത്സ്യത്തിന്റെ ഇടയിൽ നിന്ന് ദൈവം നിന്നെ സംരക്ഷിക്കുന്നുണ്ട്. യോനെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. എത്ര ദിവസം മത്സ്യത്തിന്റെ വയറ്റിനകത്ത് വെച്ചിരുന്നു? 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ. ഇവിടെ ഉപവസിക്കാനും വയ്യ. ഇവിടെ ഉപവസിക്കാൻ പറഞ്ഞ പാസ്റ്റർ കാണാതെ വൈകുന്നേരം പോയി കഴിക്കാം. കരയിൽ വെച്ച് എല്ലാം കഴിക്കാം. ബാഗിനകത്ത് ഒരു യാത്തമ്പഴമുണ്ട്. ഞാൻ ഉപവാസമാണ് പാസ്റ്ററെ. ചായക്കട കാണുമ്പോൾ, പഴക്കൊക്കെ കാണുമ്പോൾ, പരിപ്പുട കാണുമ്പോൾ ഉപവാസം അങ്ങ് പോവും. അതുകൊണ്ട് നിനക്ക് കരയിൽ വെച്ച് ഉപവസിക്കാൻ ഭയങ്കര പാടല്ലേ? ഇവിടുത്തെ നന്മകൾ കാണുമ്പോൾ ഉപവാസം മുറിക്കല്ലേ? നിനക്ക് പേടിക്കണ്ട, ഒരു കടൽ ഒരുക്കുന്നുണ്ട്. ഇപ്പൊ ഉപവാസത്തിന് പിടിതരാൻ നിൽക്കുന്നവരുണ്ടല്ലോ, 3 രാവും 3 പകലും യോനയ്ക്ക് ഉപവാസം. അത് മത്സ്യത്തിന്റെ വയറ്റിനകത്ത് വെച്ച്. അടിപൊളി. ശമ്പല ഭൗഡവ രന്തല ഭൗഡവ രാജപ ദീന രഗന വൈഡ മാന ദീനവ രന്തല ഭൗഡവ രാജപ ദീന. മര്യാദയ്ക്ക് ഉപവസിച്ചോളണം. മാസം തോറും 3 ദിവസത്തെ ഉപവാസം എടുത്തോളണം. ഇവിടെ ഉപവസിക്കാത്തതിനൊക്കെ കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് ഉപവസിപ്പിക്കും ദൈവം. ഇതാ എഴുതി വെച്ചിരിക്കുന്നു. മത്സ്യത്തിന്റെ വയറ്റിനകത്ത് 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ. വല്ല തിന്നോ? ചായ കുടിച്ചാ? വെള്ളം കുടിച്ചാ? ഒന്നും കുടിച്ചില്ല. കാര്യം എന്താ? ഉപവാസം. ഒരു ഉപവാസം കടലിന്റെ അടിത്തട്ടി വെച്ച്. കരയിൽ വെച്ച് മാനസാന്തരപ്പെടാത്തവന്
വെള്ളത്തിന്റെ അടിയിൽ കൊണ്ട് വെച്ച് മാനസാന്തരപ്പെടുന്നതാണ് എൻ്റെ ദൈവം. ആമേ, ഹല്ലേലൂയ. നിനക്ക് കരയിൽ വെച്ച ഉപവസിക്കാനും വയ്യ, മാനസാന്തരപ്പെടാനും വയ്യ, നന്നാവാൻ പറഞ്ഞാൽ നന്നാവത്തില്ല, ഇങ്ങോട്ട് പോകാൻ അങ്ങോട്ടും പോകത്തില്ല. വലത്തോട്ട് പിടിച്ച ഇടത്തോട്ട് പോകണ സ്വഭാവത്തെ, വലത്തോട്ട് പോകാൻ ഇടത്തോട്ട് പിടിക്കുന്നതിന്. ആമേ, ദൈവത്തിന് 2 പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് ഈ സെഷൻ തീരൂല. 2 സെഷൻ ഉണ്ട്. ആമേ, യോനെ വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുവച്ച് മാനസാന്തരപ്പെടുത്താൻ മത്സ്യം ഉണ്ടാക്കി വെച്ചു. പക്ഷേ അടുത്ത് ഇസ്രായേൽ ജനത്തിന് തകർത്ത ഫറവോനെ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് മുക്കിക്കൊല്ലർ ചെങ്കടൽ ഒരുങ്ങുന്നുണ്ട്. ഒരുത്തനെ മാനസാന്തരപ്പെടുത്താൻ വെള്ളം നോക്കുമ്പോ അടുത്തൊരു ചെങ്കടലുണ്ട്. ഫറവോന്റെ സൈന്യത്തെയോ വെള്ള ശ്വാസം മുട്ടിച്ചു കൊല്ലുവാൻ. 2 വെള്ളം ഒന്ന് സ്നാനത്തെ കുറിക്കുന്നു, പരിശുദ്ധാത്മ കാണിക്കുന്നു. ഒന്ന് നീ കരയിൽ വെച്ച് മാനസാന്തരപ്പെട്, അല്ലെങ്കിൽ കടലിൽ വെച്ച് മാനസാന്തരപ്പെട്. ഇത് 2 സംഭവിച്ചില്ല. കരയിലും എത്തൂല, കടലിലും എത്തൂല, നടുക്കടലിൽ കൊണ്ടുവച്ച് പൂട്ടും. ചില പൂട്ടുകൾ വീഴുന്നുണ്ട്. ആമേ, കാര്യം എന്ന് പറയുമ്പോ എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഉണ്ടായ്പ് നടക്കത്തില്ല, നിന്റെ ഒരു പദ്ധതി നടക്കത്തില്ല. സതീഷ് പറ, നിന്റെ പദ്ധതി നടക്കൂലേ? ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ നിഴൽ നോക്കി പറയാണ്. നിന്റെ ഒരു തോന്നിവാസവും നടക്കത്തില്ല, നിന്റെ ഒരു പദ്ധതി നടക്കൂല. കാര്യം എന്താണ്? നിന്നെ വിളിച്ചിരിക്കുന്ന അപ്പൻ വലിയവനാ. ഹല്ലേലൂയാ. 3 ദിവസത്തെ ഫാസ്റ്റിംഗ് നടത്തിയിരിക്കുക. 3 ദിവസം എവിടെയാ? കടലിന്റെ അടിത്തട്ടിൽ മഹാ മത്സ്യത്തിനാണ് ആമേ ഉപവാസം. രാവും പകലും ആരാധനയ്ക്കുക. നമുക്കൊരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ചില പാട്ടിന്റെ 2 പാടുമ്പോ മത്സ്യത്തിന്റെ വയറ്റില, സമുദ്രത്തിന് അടിയില. അതുകൊണ്ടാ പറയാ കഷ്ടങ്ങൾ സാരമില്ല. ഓ ചില വിടുതലുകൾ സംഭവിക്കുന്നു. ഒരു യോനെ പോലെ ദൈവം പിടിക്കുന്നുണ്ട്, ഒരു യോനെ പോലെ ഒരുക്കുന്നുണ്ട്. നിന്റെ പ്രശ്നത്തെ ദൈവം ഇടപെടുന്നുണ്ട്. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. നിന്റെ പ്രശ്നങ്ങളെ മാറ്റുവാ, നിന്റെ പ്രശ്നങ്ങളെ മാറ്റുവാ. പിടിച്ചിട്ടോ ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, തീ, തീ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വരുന്നുണ്ട്, നിന്റെ മേൽ വരുന്നുണ്ട്. ഇന്ന് ഒരു വലിയ വിടുതല് നിന്റെ ശരീരത്തിന് മേൽ സംഭവിക്കുന്നു. നിന്റെ ശരീരത്തിന്റെ മേൽ ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. അഭിഷേകം തുടങ്ങിയ ഒരു തീ, ഒരു തീ. ഓ, ചില വിടുതലുകള്, ചില ശാപങ്ങൾ പൊട്ടുന്നു. ദൈവത്തിന്റെ മേൽ ഒരു കൃപ പകരുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ. ദൈവത്തിന്റെ കൃപ,
ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ, നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വരുന്നുണ്ട്. ശക്തിയോടെ കൃപ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ഓ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ഓ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പെരുകുന്നുണ്ട്. ഒരു വിട സംഭവിക്കട്ടെ. ഈ യോന വെള്ളത്തിൽ കിടന്നുകൊണ്ട്, ഇപ്പൊ വെള്ളത്തിന്റെ അടിത്തട്ടില് മത്സ്യത്തിന്റെ അകത്ത് കിടന്നുകൊണ്ട് എന്താ ചെയ്യുന്നറിയാമോ? ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു, താതൻ തിരുകരം തേടി വന്നു, എന്നെ മാറോട് താതൻ തിരുകരം തേടി വന്നു. മാറോട് രണ്ട് കരവും ചേർത്ത് പിടിച്ച ദൈവം തന്നെ മാറോട് ചേർത്തണച്ചു. സർവ നന്മകൾക്കും സർവധ്യാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും ഭരണി നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിയേ. ഒരു നിമിഷം നിൽക്കുമ്പോൾ തന്നെ ദൈവമക്കളെ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ എൻ്റെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. പിതാവേ, മനസ്സറിയണം ഇന്ന് ലോകരാജ്യത്തിലെ എല്ലാവരെയും തകർന്ന് തരിപ്പണമായിരിക്കുന്ന കുടുംബങ്ങളെ, അനുസരണം കെട്ട കുടുംബത്തിൽ നിന്നും ദൈവം അനുസരിപ്പിക്കത്തകണം നിന്റെ ഭവനത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്തൊരു യോന ജനിച്ചിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. അനുസരിക്കാൻ കഴിഞ്ഞില്ല, ദൈവം പണിയുന്നുണ്ട്. നിന്റെ തലമുറകളെ പണിയുന്നുണ്ട്. ആമേ, കോമളയൻ്റെയോട് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് തലമുറകളെ ദൈവം പണിയുന്നുണ്ട്. അനുസരിക്കാൻ പല കുടുംബത്തിനകത്തും അനുസരിക്കാൻ കഴിയാത്തവരെ ദൈവം പണിയെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. പിതാവെ, അനുഗ്രഹിക്കണം. ഇന്നത്തെ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങ് നിർത്തിയനായി സ്തോത്രം. മറ്റുള്ളവരുടെ അനുഗ്രഹമാണ്. ഒരു യോന മുഖാന്തരം ഒരു കൂട്ടർ നശിക്കാതെ വരുത്തരുത്. ഒരു യോന മുഖാന്തരം ഒരു നിലവെ രക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഒരു യോന മുഖാന്തരം ഒരു പട്ടണം നശിക്കാതെ വരുത്തരുത്. ഒരു യോന മുഖാന്തരം ഒരു നിലവെ രക്ഷിക്കുവാൻ സ്വർഗം ഒരുക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.